അപ്പൊ അദ്ദേഹം ഒരു കിങ് മേക്കറായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് നല്ലതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം KPCC പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതല്ല, ഇത് UDFന്റെ ചെയർമാനാണ്. യുഡിഎഫിന്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ട് ഘടകകക്ഷികൾക്ക് അവരോടൊപ്പം നിന്ന് പണിയെടുത്ത ഘടകകക്ഷികൾക്ക് പറയാൻ അർഹതയില്ലെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പറയാം, ബിഷപ്പ് പറയാൻ ഞാൻ വോട്ട് കപ്പിയാരും ഒന്നും ചെയ്യലും ഇതല്ലേ. പറവൂർ 52% ഈഴവരാണ്. പക്ഷെ വെള്ളാപ്പള്ളി കയറിയുള്ള നിലപാടിലാണ് സതീശനോട് വോട്ട് കിട്ടുന്നത്. കേരളത്തിൽ KV തോമസിനും PJ കുര്യനുമാണ് ഏറ്റവും ജനബുദ്ധിയിൽ വിശ്വസിക്കുന്ന നേതാവാണ് കോടിയേകാൻ. അവരോട് ഞാൻ എന്നാ പറയാറുള്ളത്? മുസ്ലിം ലീഗ് ദുർബലമാകുമ്പോഴാണ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ കൂടുന്നത്. ഇഷിതാക്കോട് പരിചയപ്പെടുത്തി ഇത് തന്നില് വോട്ടൊക്കെ എനിക്കറിയാം. സുരേഷ് കുറുപ്പിന് വോട്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. സനിൽ P. തോമസ് എന്ന ബൈലൈൻ മലയാളികൾക്ക് പരിചിതമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി കേരള ജനതയുടെ കായിക ജീവിതത്തിന്റെ വിജയങ്ങളും പരാജയങ്ങളും മലയാള മനോരമയുടെ താളുകളിലൂടെ നമ്മുടെ മുന്നിലെത്തിച്ച സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന നിലയിലാണിത്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ് തുടങ്ങി ഹിരോഷിമ, ബാങ്കോക്ക്, ജക്കാർത്ത, ഹാങ്ചോ എന്നിങ്ങനെ 4 ഏഷ്യൻ ഗെയിംസുകൾ, 40ഓളം പുസ്തകങ്ങൾ, 2 വാല്യങ്ങളുള്ള കായിക കേരള ചരിത്രമാണ് സനിൽ P. തോമസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ കായിക താരങ്ങളുമായി വ്യക്തിബന്ധമുള്ള, അവരുടെ കരിയറിനെ ഇത്ര ഡെഡിക്കേഷനോട് കൂടി ഫോളോ ചെയ്യുന്ന മറ്റൊരു സ്പോർട്സ് ജേർണലിസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാം. എന്നാൽ കായിക താരങ്ങളുടെ കരിയറും ജീവിതവും അടുത്തറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ബയോഗ്രഫി അടുത്തറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് സനിൽ P. തോമസ്. ഒരു ചെറിയ സംഭവ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് സംഭാഷണത്തിലേക്ക് പോകാം. 21 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മെയ് മാസത്തിലാണ് കേരള രാഷ്ട്രീയത്തെ നടുക്കിക്കൊണ്ട് ലീഡർ K. കരുണാകരൻ കോൺഗ്രസ് വിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. 31 മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് പുറത്തു നിന്ന K. കരുണാകരൻ 2007 തിരികെ എത്തുകയാണ്. ഈ മടങ്ങി വരവിന് തുടക്കം കുറിച്ചതൊരു ഫോൺ കോളാണ്. K. കരുണാകരന്റെ മടങ്ങി വരാനുള്ള താല്പര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് അറിയിക്കണം. ഈ വിവരം പത്മജ വേണുഗോപാലാണ് ഒരാളെ വിളിച്ചറിയിക്കുന്നത്. കരുണാകരന്റെ ജീവചരിത്രകാരനായ സനിൽ P. തോമസിനെ. സനില് ഉമ്മൻചാണ്ടിയോടൊന്ന് സംസാരിക്കണം, നമുക്ക് ഒരുമിച്ച് പോയി കാണാമെന്നാണ് അന്ന് പത്മജ പറഞ്ഞത്. ഈ വിവരം സനിൽ P. തോമസ് ഉമ്മൻചാണ്ടിയെ അറിയിക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഉച്ച സമയത്താണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ കരുണാകരനെ തിരിച്ച് ഉമ്മൻചാണ്ടിയായിട്ട് അടുപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ട് പോയി. അത് എന്തായിരുന്നു ശരിക്കും കഥ? അതായത് ഒരു ദിവസം പത്മജ വിളിച്ചു പറഞ്ഞു. പത്മജ സാധാരണ വിളിക്കുന്ന നമ്പർ തന്നെ ചേച്ചിനെ വിളിക്കുന്നത്. ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ പേഴ്സണൽ നമ്പർ എന്നാണ് വിളിച്ചത്, അൺലിസ്റ്റഡ് നമ്പർ വിളിച്ചിട്ട് എന്നോട് പറയും ഇങ്ങനെ ഇതുണ്ട്, അച്ഛനെ തിരുവണ്ണ പൊളിച്ച് ഭരിക്കണമെന്നാണ് ആഗ്രഹം, ഉമ്മൻചാണ്ടി അടുത്ത് സംസാരിക്കണം, ഞാനിവിടെ വരാമെന്ന്. ഞാൻ ഉമ്മൻചാണ്ടിയോട് ഫോണിൽ പറയും വേണ്ട, കൂട്ടിക്കൊണ്ട് വരണ്ട, കാരണം കൂട്ടിക്കൊണ്ട് വന്ന പത്രക്കാരെല്ലാം അറിയും, അത് വേണ്ട, ഞാൻ വേണ്ട അങ്ങോട്ട് പോയി കണ്ടോളാം. എനിക്ക് ലീഡറോട് കരുണാകരനോട് ഭയങ്കര ബഹുമാനമാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയി കാണുന്നതിന് ഒരു മടിയില്ല ഉമ്മൻചാണ്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞ് ഇപ്പൊ നല്ല വിചാരിക്കുന്നത് ഇപ്പൊ DICയെ കൂട്ടത്തിൽ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ 40 സീറ്റല്ല, 40-42 60 സീറ്റുകളും UDF കിട്ടത്തില്ല, അവരെ കൂടെ കൊണ്ടുവന്നുണ്ടല്ലോ ഇത്ര സീറ്റ് നഷ്ടപ്പെട്ടത്. അതൊക്കെ നമ്മൾ കണക്കിലിട്ടുണ്ട്. ഏതായാലും ഞാൻ തങ്കച്ചനോടും രമേശിനോടും കൂടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. പിന്നെ എന്നാ നടന്നത് എനിക്കറിയത്തില്ല. കാരണം പത്മജ 2 തവണ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് എനിക്കറിയാം. അവിടെ അല്ല ഫോണിൽ സംസാരിക്കാം, നേരിട്ട് കാണാനല്ല ഫോണിൽ സംസാരിക്കാനുണ്ട്. അത് സംസാരിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, കാരണം എന്റെ പണി അതല്ല, ഇതിനകത്ത് വേറെ റോളൊന്നും ഇല്ലാത്തത് ഞാനത് അവിടെ വെച്ച് നിർത്തി. ഇതുപോലെയുള്ള കേരള രാഷ്ട്രീയത്തിന്റെ സുപ്രധാന നിമിഷങ്ങളെ അടുത്തറിയാവുന്ന സനിൽ P. തോമസിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രാഹുലും ഖാർഗെയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമനാണെന്ന് പറയാവുന്ന ആളാണ് KC വേണുഗോപാൽ. കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണത്തിലെത്തിയാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആകേണ്ടയാൾ. ഈ സാധ്യതയൊക്കെ കളഞ്ഞ് നാട്ടിൽ ഇത്ര പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രി പദത്തിനില്ല എന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ട് പിന്നെ വാക്കുമാറ്റി ഈ തെരുവ് യുദ്ധത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഇറക്കി വിട്ടത് എന്തിനാണ് KC വേണുഗോപാൽ? KCക്ക് ഇത്തരം ഒരു ഡിസ്റപ്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചരിത്രം ജീവിതത്തിൽ മുമ്പുണ്ടോ? ഇത് സ്ഥിരം പാറ്റേൺ ആണോ അദ്ദേഹത്തിന്റെ? ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ KCയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഏറ്റവും അവസാനം കാണുന്ന ഇവിടെ കോട്ടയത്ത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം കോട്ടയം മാനോപ്പള ഹാളില് തിരുവഞ്ചൂർ രാധാകൃഷ്ണ പ്രചാരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. ഞാനൊരു പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അപ്പം എനിക്ക് വളരെ ഇതായിട്ടാണ് തോന്നിയത്. കാരണം ഒരു ഫോട്ടോ പുസ്തകം കൈ പറഞ്ഞൊരു ഫോട്ടോ എന്റെ ഫോണെ കൂടെ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് എടുത്തോളൂ, അത് അയച്ചു തന്നോളൂ ഏറ്റവും പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നെ വിളിച്ച് ഈ ഫോട്ടോ അയച്ചു തന്നു. അപ്പൊ അത്രയും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഒരു കിങ് മേക്കർ ആയിട്ടാണ് പലപ്പോഴും കണ്ടത്. കാരണം KC വേണുഗോപാല് ഡൽഹി ചെന്നതിന് ശേഷം ഈ
കോൺഗ്രസിന്റെ പിന്നെ ജനറൽ സെക്രട്ടറി, അതും കാര്യം പിന്നെ എന്താ പറയുന്ന കോൺഗ്രസിന്റെ ഇത് പഴയ അഹമ്മദ് പട്ടേലിലേക്ക് ഇരുന്ന ഒരു ഇതിലിരിക്കുമ്പോഴത്തേക്ക് വളരെ അത്രയും ശക്തനായ ഒരാളതിനു ശേഷം കേരളത്തിലെ ഗ്രൂപ്പുകൾക്കൊക്കെ ഒത്തിരി ഇതുണ്ടായിട്ടുണ്ട്. എല്ലാം പരിഹരിക്കാനായിട്ട് വേണു അവിടെ ഉണ്ട് എന്നൊരു തോന്നൽ, വേണുഗോപാൽ അവിടെ ഉണ്ട് എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു. അതിനുശേഷം പൊതുവെ അന്തരീക്ഷം ശാന്തമായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് വഴക്കോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത്തവണ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വിവാദ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അദ്ദേഹം ഒരു കിങ് മേക്കറായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് നല്ലതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടെ നിന്നാൽ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരെയൊക്കെ നിയന്ത്രിക്കാം. അദ്ദേഹം പറയുന്ന പലരും മന്ത്രിമാരാകും. പിന്നെ എന്തിന് അദ്ദേഹം സ്വയം വേഷം കെട്ടി ഇറങ്ങി എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത്. കാരണം ഞാൻ സ്വന്തത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല വേണുഗോപാലിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരുമെന്നുള്ളത്. മാത്രമല്ല അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയിലേക്ക് ഇല്ല എന്നൊക്കെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ സൂചന ഉണ്ടാകുന്ന ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചേനെ. അതിനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു ശരിയാണ് അത് പറഞ്ഞത്. ആ കിങ് മേക്കർ KC വേണുഗോപാൽ കിങ് മേക്കറിന്റെ ഒരു പൊസിഷനിൽ നിൽക്കേണ്ട ആളാണ്. കേരളത്തിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആളാണ്. ആ മനുഷ്യൻ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്ന പദവിയായിട്ട് മാച്ച് ചെയ്തു പോകുന്നത്? ഒരു തരത്തിലും മാച്ച് ചെയ്യത്തില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ പറയില്ല, അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്ററും കൂടെ ആയിരുന്നു. എനിക്ക് പലപ്പോഴും പണ്ട് AK ആന്റണി ആയിരുന്നു ട്രെൻഡ് സെറ്റർ കോൺഗ്രസിന്റെ. ഒരു പുതിയ വിഷയം എടുത്തിട്ട് ഇതോടെ അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ കൂടെ ആയിരുന്നു. പലപ്പോഴും അദ്ദേഹം പറഞ്ഞ ഇതിന്റെ പിന്നാലെ ചർച്ചകൾ വഴിമാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അതൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാമായിരുന്നു. അദ്ദേഹം പറയുന്നതിനപ്പുറം എന്താണ് ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ മലയാളികൾക്ക് പല പ്രശ്നങ്ങളും ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ ഉണ്ടായി അന്നേരം ഇടപെടുന്ന KC വേണുഗോപാലാണ്. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുന്നുണ്ട്. അത്രയും പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഭരണകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്ലേ, അത്രയും ഇതാണ്. അപ്പം അതെന്തിനാണ് അദ്ദേഹം അത് കളങ്ങി ഇപ്പൊ നാട്ടുകാരുടെ ഇത്രയും നാണങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. കാരണം അതിന്റെ ആവശ്യം വേണുഗോപാലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഒന്നാമത്തെ കാരണം വെച്ചാൽ ബൈ ഇലക്ഷൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ തീരുമാനത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് MP മത്സരിക്കേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമാണ്. അപ്പൊ KC വേണുഗോപാൽ മാത്രമല്ല, നമ്മളൊക്കെ ഒരുപാട് ബഹുമാനത്തോടെ കണ്ടുന്ന K സുധാകരനും ഇതുപോലെ തന്നെ ഈ തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് മുഴുവൻ പോയില്ലേ? കണ്ണൂർ ഇപ്പൊ അദ്ദേഹത്തിന് പഴയ ഇമേജ് ഉണ്ട് ഇല്ലല്ലോ. അല്ല, പക്ഷെ KC വേണുഗോപാല് രാജ്യസഭാ MP ആയിരിക്കുമ്പോ അത് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെയല്ലേ ഇവിടെ വന്നിട്ട് ആലപ്പുഴ മത്സരിക്കുന്നത്? അതെ, 2 വർഷം ബാക്കിയുള്ളപ്പോഴാണ് പറഞ്ഞത്. അത് മാത്രമല്ല ആ സ്ഥാനം കൊണ്ട് BJP പോവുകയും ചെയ്തു. രാജസ്ഥാനിലെ സീറ്റ് പോവുകയും ചെയ്തു. മാത്രമല്ല ബാക്കിയുള്ളിടത്തെല്ലാം കോൺഗ്രസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ ചുവടുവെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ DMK ആയിട്ടുള്ള തമിഴ്നാട്ടിലേത് CPM CPI ഒക്കെ ചെയ്തതുപോലെ ഇവർക്ക് മാന്യമായിട്ട് സ്റ്റാലിനോട് സംസാരിച്ച് ഞങ്ങൾ ഇപ്പൊ ഇത് വേറൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പൊ തൽക്കാലം വിജയെ പിന്തുണയ്ക്കാമെന്ന് പറയാമായിരുന്നു. അതിന് പകരം അല്ലാതെ ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇവരോട് മാത്രം കോൺഗ്രസ്സുകാരോട് മാത്രം സ്റ്റാലിൻ നന്ദി പറയാതിരുന്നതും മുന്നോട്ട് വിടാനായിട്ട് കഴിഞ്ഞ ദിവസം കത്ത് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളാണ് KC വേണുഗോപാൽ. നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് പിന്നെ പരാജയം ഒരു റിവ്യൂ നടത്താറുണ്ട്. ഇപ്പൊ കാലഘട്ടം മാറിയപ്പോഴത്തേക്ക് പരാജയം മാത്രമല്ല വിജയം റിവ്യൂ ചെയ്യേണ്ട ഒരു കാലമാണ്. കാരണം ന്യൂ ജനൻ ഉണ്ട്, അവരുടെ ചിന്ത എന്താണെന്ന് കരുതുന്നത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് UDF ഇത്ര വോട്ട് കിട്ടി? ഒന്ന്, പിണറായി വിരുദ്ധത. പിണറായിയുടെ ധാർഷ്ട്യത്തിനോടും അഹങ്കാരത്തിനോടും സമീപനത്തിനോടുള്ള ആളുകളുടെ ദേഷ്യം. ആ ദേഷ്യത്തിൽ ഒത്തിരി CPM ഒരു തിരുത്തൽ വേണം, അല്ലെങ്കിൽ CPM ഇനി അധികാരത്തിൽ വന്നാൽ ബംഗാൾ പോലെ ആകുമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി കമ്മ്യൂണിസ്റ്റ് CPM-കാര് ഇത്തവണ UDF വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, VD സതീശന്റെ ഉറച്ച നിലപാടുകളോട് ഉള്ള കാഴ്ചപ്പാട്. NSS ജനറൽ സെക്രട്ടറിയും SNDP വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന് എതിരായിട്ട് വന്നത് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഗുണമായിട്ടാണ് ആളുകളെല്ലാം കണക്കാക്കുന്നത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും സതീശനെ ഉറച്ച നിലപാടുള്ള ഒരാളായിട്ട് കണക്കാക്കും. ഈ കോൺഗ്രസിന്റെ വോട്ടിന് ഉപരിയായിട്ട് സതീശന്റെ കാഴ്ചപ്പാടിനുള്ള ഒരു വോട്ട് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അത് പല ആളുകളും തുറന്നു തന്നെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ട വളരെ അതിന് വിലക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഈ ഫ്ലെക്സ് വെക്കുന്നതൊക്കെ വേറെ ആയിരിക്കും, പക്ഷെ ആളുകൾ തെളിവിറങ്ങി പറയുന്ന ആരും പറഞ്ഞിട്ടില്ല, സ്വയം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സണ്ണി ജോസഫിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു കോൺഗ്രസ് അംഗമല്ല, നടപടി എടുക്കുന്നു ഇദ്ദേഹം പറയുന്നു. ഞാൻ പുറത്തിറങ്ങി സതീശന് വേണ്ടി 2 മുദ്രാവാക്യം വിളിച്ച് എനിക്ക് എന്നാ ചെയ്യും? ഞാൻ ഇവരുടെ ആരുമല്ല, എനിക്ക് ഇവരുടെ ഔദാര്യവും വേണ്ട, പിന്നെ ഞാൻ തന്നെ ഇവരെ പേടിക്കുന്നത്. എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് ഈ നാട്ടിൽ, അവർ സതീശനെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവര്. അപ്പൊ അതിന് കുറ്റം പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം സതീശൻ കാരണമാണല്ലേ ഇത് വന്നതെന്നുള്ളത് പറഞ്ഞത് അതൊക്കെ വെറുതെ ഓർഡർ ഉണ്ടാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ടീം UDF എന്നുള്ള സതീശന്റെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു.
കാരണം എന്റെ ഇതുവരെയുള്ള ഇതിൽ ഞാൻ ഒരുപാട് ഇലക്ഷൻ അടുത്ത് കണ്ടിട്ടുള്ള ആളാണ്. ഇത്രയും അച്ചടക്കത്തോടു കൂടി അത് യാതൊരു പ്രശ്നവും സീറ്റ് തർക്കത്തിൽ ഉണ്ടായില്ല. എല്ലാവരും വിചാരിച്ചു മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നത്, അവർ ചോദിച്ചില്ല. 2 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചോദിച്ചുകൊണ്ട് ഇട്ടുകൊടുത്തു. അപ്പൊ അത്ര ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ലീഗുകാരും ഈ കേരള കോൺഗ്രസ്സുകാരും ജോസഫ് ഗ്രൂപ്പിന് മറ്റുള്ളവർ അത്ര ആളൊന്നുമില്ലായിരിക്കും, പക്ഷെ അവർ എല്ലാവരും RSP എല്ലാവരും കൈമേയി മറന്ന് പ്രവർത്തിച്ച ഒരു ഇലക്ഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെയൊക്കെ ആ ഒരു ഇതിൽ അത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊന്നും കോൺഗ്രസിന്റെ കാര്യത്തിൽ പറയാൻ അഭിപ്രായം പറയാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ MLA മാരൊക്കെ പുറത്തു വന്ന് എന്താണ് പറയുന്നത്. കാരണം ഇത് KPCC പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതല്ല, ഇത് UDFന്റെ ചെയർമാനാണ്. UDFന്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ട് ഘടകകക്ഷികൾക്ക് അവരോടൊപ്പം നിന്ന് പണിയെടുത്ത ഘടകകക്ഷികൾക്ക് പറയാൻ അർഹതയില്ലെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഇപ്പൊ നടന്ന ബൈ ഇലക്ഷനുകളിലെല്ലാം സതീശൻ ഇതുപോലെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നുണ്ട്. സതീശന്റെ ആ ഇലക്ഷനിൽ ആളുകളെ വിജയിപ്പിക്കുന്ന സ്ട്രാറ്റജി എന്താ? സതീശന് ഒരു കാഴ്ചപ്പാടുണ്ട് ഓരോ ഇതിനെക്കുറിച്ച്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ചാണ്ടിയുമൻ എന്റെ റിലേറ്റീവും കൂടിയാണ്. ചാണ്ടിയുമന്റെ ബൈ ഇലക്ഷൻ സമയത്ത് INDUസിന്റെ ഒരു സെക്രട്ടറി എന്ന് സതീശനോട് പറഞ്ഞു, നമുക്ക് മീഡിയയുടെ കാര്യം സഡൻലി എത്തിച്ചാലോ. അപ്പൊ സതീശൻ പറഞ്ഞ വാക്ക്, അത് സഡൻലി വേണമെങ്കിൽ എന്റെ സുഹൃത്താണ്, ഞാൻ വിളിച്ചോളാം, അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ജയിക്കും. അപ്പൊ പുള്ളിക്ക് ഓരോന്നിനെ കുറിച്ച് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് വേണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് ഓരോ കാര്യത്തിലും. എനിക്കുള്ള ഒരു സതീശനോടൊരു ബഹുമാനം, പുള്ളിക്കൊരു ആജ്ഞാശക്തിയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 2015 ദേശീയ ഗെയിംസ് ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ഒരു കോഫി ടേബിൾ ബുക്ക് നമ്മൾ കേരള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് ചോദിച്ചു. അപ്പൊ അതിന്റെ എഡിറ്ററായിട്ട് കുഞ്ഞികൃഷ്ണൻ സാറാണ്, നമ്മുടെ ദൂരദർശന്റെ ഡയറക്ടറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല. ഒരു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് കേരള സ്പോർട്സിന്റെ ചരിത്രം പാനിൽ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പം ഇംഗ്ലീഷ് എഴുതുന്നതുകൊണ്ട് ഇത്ര ദിവസം തന്നാൽ മതി, അല്ലെങ്കിൽ മലയാളത്തിലാണ് ട്രാൻസ്ലേറ്റ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എഴുതാമല്ലോ. അതെ, ഇംഗ്ലീഷ് എഴുതി തരുമെന്ന് പറഞ്ഞു. സതീശൻ പറയട്ടെ ഞാൻ വിളിക്കുന്നത്, സതീശൻ എനിക്ക് നമ്പർ തന്നു. ഞാൻ പറഞ്ഞു സതീശൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇല്ല സതീശൻ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഞാൻ സതീശനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോഴത്തേക്ക് പിന്നെ കേരള സ്പോർട്സ്, കേരളത്തിന്റെ ഒരു ചെറിയ ചരിത്രം ഇതിനകത്ത് വേണം, കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കാനുള്ള ബുക്കാണല്ലോ. അത് MGS സാറാണ് സാറിനെ കൊണ്ട് എഴുതിക്കുക. അപ്പൊ കേരള സ്പോർട്സിന്റെ ചരിത്രം ആര് എഴുതും എന്ന് ചർച്ച വന്നു. കുഞ്ഞികൃഷ്ണൻ സാറിന് എന്നെ അറിയത്തില്ല. അപ്പൊ സതീശൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു. അപ്പൊ എന്നോട് സംസാരിക്കുന്ന സതീശൻ എന്നോട് എഴുതാൻ പറയുന്നത് പറയുന്നുണ്ട്, ഞാൻ ഏറ്റു. ആജ്ഞാശക്തിയാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ സമീപനവും. അത് മറ്റുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു വഴിക്ക് വെച്ച് എന്നെ കണ്ടാൽ അദ്ദേഹം മൈൻഡിനോട് നിർബന്ധമൊന്നും. അദ്ദേഹം ഇപ്പോൾ സമ്മേളനത്തിൽ കയറുന്ന പോകുമ്പോൾ നമ്മൾ സൈഡിലാണ്, നമ്മളെ നോക്കാൻ നേരെ കയറിപ്പോകും. അതാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അത് വളരെ ഫോക്കസ്ഡ് ആണ്. പുള്ളി ആ വേദിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളി നമ്മളെ കാണാനോ അല്ലെ ഒരു ഇതിൽ ഇല്ല. പുള്ളി അവിടെ ഫോണിൽ സംസാരിക്കും, പിന്നെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ് പുള്ളി ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പം ഫോണിൽ സംസാരിക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിയോട്, സതീശനോട് നേരിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഈ തരത്തിലുള്ള ഒരാളാണ് VD സതീശനെങ്കിൽ, ഇപ്പൊ അണികൾ കൂടെ നിൽക്കുന്ന പോലെ ജയിച്ച MLA മാരും പുള്ളിയുടെ കൂടെ നിൽക്കണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് നേതാക്കൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലാത്തത്? അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയായിരുന്നു, ഒരു സ്കൂളിന്റെ മാനേജരെ തിരഞ്ഞെടുക്കാനായിട്ട്, മാനേജറുടെ അവിടുത്തെ സ്വീകാര്യത എത്രയെന്ന് അറിയാനായിട്ട് മാനേജ്മെന്റ്, അദ്ദേഹങ്ങൾ ഉൾപ്പെടെ ഒരു മാനേജർ പ്യൂണ്ടൻ, അദ്ദേഹം എന്ത് റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ടും അതേ ഉള്ളൂ. ഇത് ഏതാണ്ട് ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലെ MLA മാർക്ക്, പുതിയ MLA മാരുടെ ഇവരെല്ലാവരും KC വേണുഗോപാൽ എന്ന പവർ ഹൗസിനെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ അവിടുന്ന് 2 പേര് ഇതിന്റെ നിരീക്ഷകരായിട്ട് വന്നു, മുകുൾ വാസനിക്കും അജയ് മാക്കനും. ഈ 2 പേരും KC വേണുഗോപാലിന്റെ കീഴിൽ വരുന്ന ആളാണ്. KC വേണുഗോപാലിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. അപ്പൊ ഹൈക്കമാൻഡ് എന്ന് പറയുന്നതിന്റെ ശരിയല്ല, കാരണം അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ MLA മാർക്ക് സ്വാഭാവികമായിട്ട്, പിന്നെ ഒത്തിരി MLA മാർക്ക് ഫണ്ട് ചെയ്തത് KC വേണുഗോപാൽ എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തുകൊണ്ടാണ് തന്റെ ഇടമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ ഹൈബീഡൻ പറഞ്ഞു, ഡീൻ കുര്യാക്കോസ് പറഞ്ഞു, ബൽറാം പറഞ്ഞു, അവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞല്ലോ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് അവർ പറഞ്ഞല്ലോ. അപ്പൊ കുറെ പേര് പിന്നെ ഇദ്ദേഹത്തെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇനി മന്ത്രിസഭ വന്നാൽ അതിനകത്ത് KC വേണുഗോപാലിന്റെ ഒരു സ്റ്റേ കാണുമെന്ന് അറിയാം. അപ്പൊ KCയെ പിണക്കാതെ നിൽക്കണമെന്നുള്ള ഒരു ഇതിൽ പറയുന്നതാണ്, അല്ല അവർക്ക് ജനവികാരം അറിയാൻ മേലായിട്ടൊന്നുമല്ല. അധികാരമുള്ളവരുടെ നിൽക്കാനുള്ള ഒരു പേടി, പല ടെൻഡൻസികളും പല കാര്യങ്ങളൊക്കെ. പക്ഷെ വേറെ കാര്യം ഓർക്കണം, മറ്റേടത്ത് അടിമത്തം എന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണ ഒരു വോട്ട് പിടിച്ചത് CPM-ല്. പിണറായിയുടെ പിന്നെ തിരുവായ്ക്ക് വരവായില്ലെന്നുള്ള അവസ്ഥ. അപ്പൊ ഏതാണ്ട് ആ സ്ഥിതിയിലേക്ക് ഇവർ മാറുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇപ്പൊ 3 നേതാക്കളുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്: KC വേണുഗോപാല്, VD സതീശൻ, രമേശ് ചെന്നിത്തല. ഈ 3 പേരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒന്ന് വിലയിരുത്തിയാൽ എന്തൊക്കെയായിരിക്കും അങ്ങ് പറയാ? ഇവരുടെ ഓരോരുത്തരുടെ പ്ലസും മൈനസും എന്താ?
അതായത് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് സീനിയോറിറ്റി ഉണ്ട്, ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇതൊക്കെയായിരുന്നു ആളാണ് അദ്ദേഹം. പക്ഷെ ഒരുപാട് കാലമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം നോക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഈ പിന്നെ KPCC പ്രസിഡന്റായിട്ട് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്ന ഒരു നല്ല കാലഘട്ടമാണ്. അതിനുശേഷം KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കുമാരൻ നാരായണൻ ഭീഷണിയുടെ സ്വരത്തിലെന്ന തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ വെച്ച് പ്രസംഗിച്ചു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇദ്ദേഹം ഈ ആഭ്യന്തര ഇതിലും വരുമ്പോൾ അതുവരെ നന്നായ രീതിയിൽ ആഭ്യന്തരം നടത്തിയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റുകയും ചെയ്യുന്നത്. അന്ന് തുടങ്ങിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർ ഭരണത്തിനുള്ള സാധ്യത നഷ്ടപ്പെട്ട അന്ന് മുതലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അന്ന് മുതൽ മുഖ്യമന്ത്രി സ്ഥാനം രമേശിന്റെ ഇതിലുണ്ട്. പക്ഷെ രമേശ് അനർഹനെന്ന് ആരും പറയത്തൊന്നുമില്ല, അദ്ദേഹത്തിന് യോഗ്യത കുറവൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ചില ഇതുണ്ട്, അതായത് ചില സമുദായ നേതാക്കളുടെ പിന്തുണയോടുകൂടി കളിക്കുക, അത് ശരിയായൊരു നേതാവിന് പറ്റിയതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. കാരണം രമേശിന് അതിന്റെ ആവശ്യമില്ല. രമേശ് കുറച്ചാൾ വെയിറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിക്ക് ശേഷം അദ്ദേഹത്തിന് അതിന് മുമ്പ് കയറാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, വേറെ പറയുന്നതല്ല. അപ്പൊ അങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യാൻ നോക്കിയെന്നല്ലേ? ആഭ്യന്തരമന്ത്രി ആയിരിക്കാം, പിന്നെ അവിടുന്ന് മുഖ്യമന്ത്രി. അപ്പൊ അത് കുറച്ച് ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യത്തേക്ക് ശ്രമിക്കാമായിരുന്നു, അത് മതിയായിരുന്നു. ഇത്തവണ രമേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നതിന് ആരും കുറ്റം പറയത്തില്ല. കാരണം അദ്ദേഹം MLA ആണ്, സീനിയറാണ്, അദ്ദേഹത്തിൻ്റെതായ അവകാശങ്ങളുണ്ട്, ചോദിക്കുകയും ചെയ്യാം. പക്ഷേ സതീശനും രമേശും തമ്മിലുള്ള ചെറിയ ഇതായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് കോംപ്രമൈസ് ആക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ വേണുഗോപാൽ എന്നുള്ള പവർ ഹൗസ് മുകളിൽ നിന്ന് ഇങ്ങനെ പാരച്യൂട്ടിൽ ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അദ്ദേഹം അതിന് മുതൽ ഞാൻ ചോദിച്ചത് എത്ര ഇമേജ് ഉണ്ടായിരുന്നു KC വേണുഗോപാലിന്. നമ്മളൊക്കെ എത്രയോ ബഹുമാനത്തോടുകൂടിയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അത് മുഴുവൻ പോയി കിട്ടിയില്ല. വ്യക്തിപരമായി എനിക്ക് വേണുവിനോട് വിരോധമൊന്നുമില്ല, ഇപ്പോഴും എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇത് ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അല്ല, KC വേണുഗോപാലിനെ പറ്റി നമ്മളിപ്പോ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും, ഒരു പൊതു ചിത്രം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നമ്മള് ബയോഡേറ്റ എടുത്ത് നോക്കിയാൽ പിന്നെ ഒരു 63 വയസ്സിനുള്ളിൽ KCയുടെ കയ്യിൽ ഒതുങ്ങാത്ത യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ല എന്ന് പറയാം. 1987 മുതൽ 92 വരെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ 8 വർഷം തുടർച്ചയായി 2000 വരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി. 3 ടൈമിൽ MLA ആയി, പിന്നെ MP ആയി. കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രിപദം അലങ്കരിച്ചു. പിന്നെ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പിന്നെ ഡീൽ മേക്കർ ആണ്. 3 വർഷം കഴിഞ്ഞാൽ 2029 ഇനി അഥവാ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കൊക്കെ ഭരണം കിട്ടിയാൽ അദ്ദേഹത്തിന് അവിടെയുള്ള ചാൻസ് വരേണ്ട. ആ സാധ്യതകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു MLA പോലും അല്ലാത്ത അദ്ദേഹം ഇവിടെ വരികയും MP മാർ മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് ശരിക്കും അതിന്റെ റീസൺ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റുന്നില്ല. എന്താണ്? അധികാരത്തോടുള്ള കൊതിയാണോ, അതോ ഇനി ഒരിക്കലും കേന്ദ്രത്തിൽ ഭരണം കിട്ടില്ല എന്നുള്ള നിരാശയാണോ? അല്ല, ഇത്രയും ഇപ്പൊ മനസ്സിലാക്കത്തുള്ള നമുക്ക് കുറച്ച് നാളായിട്ട് ഇദ്ദേഹം ഈ മനസ്സിൽ ഇത് വെച്ചോണ്ടാണ് നടക്കുന്നുള്ളതാണ് നമുക്കിപ്പോ തോന്നുന്നത്, ഈ മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കണ്ടായിരുന്നു. രാജ്യസഭയിൽ അവിടെ തുടർന്നിട്ട് ഇത്തവണ അങ്ങ് മത്സരിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം ജയിക്കുകയും ചെയ്തതിനെ അദ്ദേഹം മുഖ്യമന്ത്രി ആകാൻ ശ്രമിച്ചാൽ ആരും അതിനെ എതിർക്കത്തുമില്ല. അത് ചെയ്യാതെ MP മാർക്കൊന്നും വേണ്ട എന്നൊരു പൊതു തീരുമാനം എടുത്തിട്ട് അതിനെ കടത്തി വിട്ടിട്ട് തനിക്ക് മാത്രമായിട്ടുള്ള ഒരു ഇത്, എന്നിട്ട് അപ്പൊ അതിനെ സഹായിക്കാനായിട്ട് തലേദിവസം വരെ വേറെ ഉണ്ടാക്കിയ കേസുകാരനെ പോലും ഒന്ന് ആലോചിച്ചു. അതാണ് അവസ്ഥ. കേസുകാരനൊക്കെ എന്താ പറയുന്നത് അദ്ദേഹത്തിനാണ് ഇപ്പൊ അറിയത്തില്ല. ഏകദേശം ഒരേ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു KC വേണുഗോപാലും VD സതീശനും മത്സരരംഗത്തേക്ക് വരുന്നല്ലേ? 96 KC ജയിക്കുകയും കന്നി MLA ആവും. VD സതീശൻ അന്ന് പറവൂരിൽ നിന്ന് പരാജയപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. പിന്നീട് 2001 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും ജയിച്ചു. ഇത് 25 വർഷമായിട്ട് സതീശൻ നിയമസഭയിലുണ്ട്, കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെ നിൽക്കുന്നു. 2009 ലോക്സഭയിലേക്ക് പോയ ശേഷം KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സതീശനേക്കാൾ വളരെ ഉയരത്തിലേക്ക് പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ കയറിപ്പോവുകയും ചെയ്ത ആളാണ് താഴേക്ക് കോണി പിടിച്ച് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇവരുടെ വേറെ എന്തെങ്കിലും ക്ലാഷുകളൊക്കെ ഓർമ്മയുണ്ടോ? ഏത് തരത്തില് VD സതീശനും KC വേണുഗോപാലും തമ്മിൽ ക്ലാഷ് ആയത്, അല്ലെങ്കിൽ മത്സരിച്ചത്, ഒരേ സ്ഥാനത്തിന് വേണ്ടി നിന്നത്? ഇല്ല, കാരണം സതീശന് ഒരിക്കലും ഒരു സ്ഥാനം കിട്ടിയിട്ടില്ലാത്ത ആളല്ലേ. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ 2011 ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പായതായിരുന്നു. ലാസ്റ്റ് മൊമെന്റിലാണ് ഇത് മാറിയത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അന്ന് പറയുകയും ചെയ്തു. കാരണം AK ആന്റണി 2001 മുഖ്യമന്ത്രിയായ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് UDF കൺവീനറായി ഉമ്മൻചാണ്ടി. കാരണം മന്ത്രിമാരെക്കാളും വീതം വെച്ച് വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കും, ഏറ്റവും വിശ്വസന ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാൻ മന്ത്രിസ്ഥാനമില്ല. അപ്പൊ മന്ത്രിസ്ഥാനം കൊടുക്കാതെ ഉമ്മൻചാണ്ടി UDF കൺവീനറായി. ഏതാണ്ട് ആ അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സതീശനും വന്നത്. അന്ന് എന്തായിരുന്നു സതീശന് മന്ത്രിസ്ഥാനം കിട്ടാതിരിക്കാനുള്ള കാരണം? അന്ന് എന്ത് തരത്തിൽ നോക്കിയാലും സതീശന് ഒരു മന്ത്രിസ്ഥാനത്തിന് അർഹത ഉണ്ടായിരുന്നല്ലോ. അയാൾ സൂചിപ്പിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവര്. എന്തായിരുന്നു കാരണം അപ്പൊ അത് കിട്ടാതിരിക്കാൻ? അന്ന് പ്രഷർ ഒരുപാട് വരുമായിരുന്നു. എനിക്കറിയത്തില്ല എങ്ങനെയാ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഉമ്മൻചാണ്ടിയുടെ മുറിയിലുള്ള സമയത്ത് നടന്ന ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, അന്ന് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ട്
ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ബാബു ദിവാറിനെ ആക്കണമെന്നുള്ളതാണ്. RSPയുടെ ബാബു ദിവാറിനെ ആക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. അതിനോട് അദ്ദേഹം സൂചിക്കുകയും ചെയ്തു. കാരണം ആൾ മിടുക്കനാണ്, സ്പോർട്സ് പാരമ്പര്യം, 2 ഭാര്യയാണ്, ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആണ്, അതൊക്കെ ഉണ്ട് ഡോക്ടർ സുധ. അപ്പം ഹൈദരാബാദി ശിഹാബ് തങ്ങൾ PA ഹംസയെ, കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി PA ഹംസയെ ആക്കണമെന്ന് പറഞ്ഞ് ഒരു ഇത് പറഞ്ഞു. രമേശ് ചെന്നിത്തല പൽപ്പിനി തോമസിനെ ആക്കണമെന്ന് പറഞ്ഞു. KPC പ്രസിഡന്റാണ്. അപ്പൊ ഞാൻ ഈ ഉണ്ട്. അപ്പം അന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. പക്ഷെ അവസാനം അദ്ദേഹം 3 ദിവസം വെയിറ്റ് കഴിച്ച് പൽപ്പിനി തോമസിനെ ആക്കേണ്ടി വന്നു. രമേശിന്റെ പ്രഷറുണ്ട്. ഇപ്പൊ പൽപ്പിനി തോമസ് BJP-യിലാണ്, അത് വേറെ കാര്യം. ആക്കേണ്ടി വന്നു. അപ്പൊ ഒട്ടും താല്പര്യമില്ലാതെ, കാരണം പ്രത്യേകിച്ച് നാഷണൽ ഗെയിംസ് ഒക്കെ വരുന്നു, അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉള്ള ആൾ വേണം, ബാക്കി അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് വഴങ്ങേണ്ടി വന്നു. അപ്പൊ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും VD സതീശന് കിട്ടേണ്ടി ഇത് പോയത്. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ മാറ്റേണ്ടി വന്നില്ലേ AK ആന്റണിക്ക്, അത് കൊടുക്കാൻ പറ്റാവുന്നില്ല. കോൺഗ്രസ് അല്ലേ, എവിടെ നിന്നൊക്കെ എന്തൊക്കെയാ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. VD സതീശന് വേണ്ടി സംസാരിക്കാൻ ഒരിക്കലും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കാൻ എന്ന് പറയാൻ സുകുമാരൻ നായർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതുപോലെ ഹൈദരാലി തങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ. സതീശന് ഒരിക്കലും ഒരു ഗ്രൂപ്പിന്റെയും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള ആൾ തന്നെയല്ലേ. പക്ഷെ ഒരിക്കലും സതീശന് വേണ്ടി സംസാരിക്കാൻ ഒരു ഗോഡ് ഫാദർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല സതീശന് വേണ്ടി സംസാരിക്കും. സതീശൻ ഗ്രൂപ്പിൽ ഉള്ള ആളല്ല, ശരിക്കും പറഞ്ഞാൽ പ്രഖ്യാപിതമായ ഒരു ഗ്രൂപ്പുകാരനൊന്നും സതീശൻ. പക്ഷെ ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്ന് പോയ ആളല്ലേ. അതെ. അല്ല, സതീശൻ ഷൈൻ ചെയ്തത് ശരിക്കും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ആ ലോട്ടറിയുടെ കാര്യത്തില് തോമസ് ഐസക്കിനെതിരെ നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട് ഉമ്മൻചാണ്ടിയാണ് സംവാദത്തിന് സതീശനെ ചുമതലപ്പെടുത്തുന്നത്. അന്ന് പോലെയാണ് സതീശൻ ആളുകളുടെ അടുത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത്രയും പ്രഗത്ഭനായ ആളാണെന്നും. ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആകെ 41 MLA-മാരുണ്ട്. കാര്യമായ ഒരു ഇതുമില്ല. ഈ സതീശൻ നിയമസഭ നടത്തിയ പിന്നെ തർക്കങ്ങളും അവതരിപ്പിച്ച കാര്യങ്ങളും അല്ലേ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനല്ലേ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്, അല്ലെ ജീവനോട് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അഴിമതി ആരോപണങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തല തന്നെയായിരുന്നില്ലേ. ബ്രൂവറി ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും സ്പ്രിംഗ്ലർ ആയിരുന്നെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് സത്യമാണ്, അത് കൊണ്ടുവരുന്നത്. മാത്രമല്ല അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു പിന്നെ ഇവിടെ ജഗ്മോഹൻ റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ച ഒരു PR ഗ്രൂപ്പിനെ അന്ന് രമേശ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു കുറെ കാലത്തേക്ക്. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റേ അതൊന്നും ഇല്ലാതെ തന്നെയും ജയിക്കാവുന്നൊരു തോന്നലുണ്ടായി, അവർ മാറി. അങ്ങനെ ഒരു കഥ ഞാൻ പത്രക്കാരുടെ അടുത്ത് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്കറിയത്തില്ല, അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് പലർക്കും അതൊരു ജോലി നഷ്ടപ്പെട്ടെന്ന് ചിലർ പറഞ്ഞു കേട്ടു. ചില പത്രക്കാരൊക്കെ അത് ചേർന്നായിരുന്നു ആ ഗ്രൂപ്പിൽ. അങ്ങനെ പത്രക്കാരുടെ സംസാരം കേട്ടാണ്. അത് ഇതാണ്. അപ്പൊ ചെന്നിത്തല കുറച്ചു കാലം ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് ആയിരുന്നു നമ്മളാ കണ്ടത് അല്ലേ. അതെ, ശരിക്കും വർക്ക് ചെയ്ത് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഒരു ക്രൗഡ് പുള്ളർ അല്ല രമേശ് ഒരിക്കലും. പക്ഷെ സമുദായങ്ങളോ ഇങ്ങനെ പലരും ഒക്കെ പറയാനുണ്ടല്ലോ. പക്ഷെ സതീശന് വേണ്ടി മാത്രമല്ലേ അങ്ങനത്തെ പ്രഷർ ഗ്രൂപ്പുകൾ ഇല്ലാതാവുന്നത്. അത് സതീശന് ഈ സമുദായങ്ങളെയൊക്കെ ഡീൽ ചെയ്യുന്ന കാര്യത്തിലും ഇപ്പൊ വെള്ളാപ്പള്ളിനെ ഡീൽ ചെയ്ത കാര്യം അതിനെയൊക്കെ എങ്ങനെയാ കാണുന്നത്? അല്ല, സതീശനൊരു കാഴ്ചപ്പാടുണ്ട്, അതനുസരിച്ച് അദ്ദേഹം പോകുന്നല്ല. ഇവരുടെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. കാരണം അവരുടെയൊക്കെ ഓരോ ദിവസം ചെല്ലുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു ക്ലൗട്ട് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഇപ്പൊ പഴയ പോലെ കുമാരനാർക്ക് സ്വീകാര്യതയുണ്ടോ? വെള്ളാപ്പള്ളിക്കുണ്ടോ? SNDP കുറെ ഇപ്പൊ മൈക്രോ ഫൈനാൻസ് പോലുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങളെ വോട്ട് ചെയ്തിരിക്കും. SNDP കുമാരനാർ പറഞ്ഞ ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പറയാം, ബിഷപ്പ് പറയാം ഞാൻ വോട്ട് കപ്പിയാരും ഒന്നും ചെയ്യലും. പിന്നെ എന്തുകൊണ്ടാ സമുദായ നേതാക്കൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ സ്ഥാനം? അത് പറയുന്ന അവർ സ്വയം വിചാരിക്കുന്നതല്ലേ സ്ഥാനം ഉണ്ടെന്ന്. സ്ഥാനം വല്ലതും ഉണ്ടോ? അല്ല, VD സതീശനെ പോലെ അപൂർവം ചിലർ മാത്രമല്ലേ ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോഴും അങ്ങോട്ട് പോവല്ലേ. അവരുടെ വിചാരം അങ്ങനെയാ. ഇപ്പോഴും അവർ വിചാരിച്ച വോട്ട് കിട്ടുന്നതായിരിക്കും ഒത്തിരി പേരുണ്ട്. പിന്നെ പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഒരു പള്ളിയിൽ ചെന്ന് എല്ലാവരും കൂടെ കാണുന്നു, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ആളാണ് എന്നൊരു സങ്കല്പം വരുമല്ലോ. അതിനപ്പുറം എന്താ ഉള്ളത് അതിനകത്ത്? അല്ല, ഇടയലേഖനങ്ങളൊക്കെ വായിക്കുമ്പോഴോ അതിനൊക്കെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ പള്ളികളില്? അത് ചില കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. അത് ചില സാമൂഹ്യ പ്രശ്നങ്ങളില്ല, രാഷ്ട്രീയ വിഷയങ്ങളിലല്ല, കുടിയൊഴിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. മുനമ്പം പോലത്തെ വിഷയങ്ങളല്ലേ. ഇലക്ഷന്റെ അന്ന് ഞങ്ങളുടെ പള്ളിയില് ഇലക്ഷന്റെ തലേ ദിവസം ആ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഏപ്രിൽ ഫൂള് നമ്മൾ വിഡ്ഢിയായാലും ഒരു ദിവസത്തെ നമ്മൾ വിഡ്ഢിയാകും. ഈ 9 ഡേറ്റ് ഉണ്ടായിരുന്നു, ഏപ്രിൽ ഇലക്ഷൻ 9 അല്ലേ? അല്ല, അതെ, അന്ന് വിഡ്ഢിയായാൽ 5 വർഷത്തേക്ക് നമ്മൾ വിഡ്ഢിയാകും.
ഈ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഈ സമുദായ നേതാക്കളും സമുദായങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ എല്ലാ കാലത്തും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കെ.സിന് നമുക്കൊരു ഡീൽ മേക്കർ, ഇപ്പൊ അങ്ങ് പറഞ്ഞ കിങ് മേക്കർ ആണെന്ന്, ഞാൻ പക്ഷെ ഒരു ഡീൽ മേക്കർ ആയിട്ട് പറയും. രമേശ് ചെന്നിത്തലയാണെങ്കിൽ പലപ്പോഴും ഒരു സമവായത്തിന്റെ ആളായിരിക്കും. വി ഡി സതീശൻ ഇവരോടൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ല. വി ഡിക്കെതിരെ നായർ, ഈഴവ സമുദായങ്ങളൊക്കെ ഹിന്ദു മുന്നണി വരെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഒരു പബ്ലിക് പെർസെപ്ഷൻ ഒക്കെ എത്രത്തോളം ശരിയാണ്? എന്തെങ്കിലും ഉദാഹരണങ്ങളോ ഇവരുടെ ഈ 3 പേരുടെയും സമുദായങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള കഥകളോ? ഇല്ല, അതായത് ഇപ്പൊ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ്, എന്റെ ഒരു അടുത്ത സുഹൃത്താണ് അദ്ദേഹം, അവരൊരു മാസികയൊക്കെ നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറവൂർ 52% ഈഴവരാണ്. പക്ഷെ വെള്ളാപ്പള്ളി കയറിയുള്ള നിലപാടിലാണ് സതീശനോട് വോട്ട് കിട്ടുന്നത്. അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത്, ഈ ഇദ്ദേഹം പറഞ്ഞത്. കാരണം അപ്പം ഉറച്ച നിലപാടുകൾക്ക് സ്വീകാര്യത ഉണ്ട്, അത് കൂടിക്കൂടി വരികയാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക്. ഈ നമ്മള് വിദേശത്ത് ഇപ്പൊ ബഹറിൽ ജാഥ നടത്തി, US ഒരു കൂട്ടായ്മ നടന്നു കഴിഞ്ഞ ദിവസം സതീശന് അനുകൂലമായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ പോയ ഒരു ഗ്രൂപ്പ്, കൊച്ചു പിള്ളേർ ഉൾപ്പെടെയുള്ളവർ വന്ന് അവിടെ കേരള ഹൗസിന്റെ മുമ്പിൽ വന്നു. അവരോട് ചോദിച്ചില്ല എല്ലാവരും, അവരെന്നാ പറഞ്ഞത്? ഇവരുടെ എല്ലാം മനസ്സിൽ ഒരു വിഷനുള്ള ആളാണ്. ഇപ്പൊ ശശി തരൂരിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല, ഒരു വിഷനുള്ള ആളാണ് അദ്ദേഹം. എന്തെങ്കിലും അത്തരം വിഷനുള്ള, ബാക്കിയുള്ളവരെല്ലാം അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളുകളാണ്. പക്ഷെ അല്ല, ഒരു വിഷനുള്ള ആളാണ് എന്ന് ഒത്തിരി കാലത്തിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവ് തെളിയിച്ച സതീശനാണ്. അതിന്റെ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്, ആ ചെറുപ്പക്കാരുടെ ഇടയിൽ അവസ്ഥയുണ്ട്. ഇപ്പൊ അവിടെ JNU ജാമിയ മിലിയയിലേക്ക് പിള്ളേരെ ചെന്ന് വെറുതെയാണ് രാത്രി മുഴുവൻ അവിടെ പോയി നോക്കുന്നത് കേരള ഹൗസിന് മുമ്പിൽ. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സതീശന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സമുദായ നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലാവുന്ന പുതുതലമുറ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണുള്ള പിള്ളേർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് എല്ലാ വിഭാഗം പിള്ളേരും ഉണ്ടെന്ന്, ചെറുപ്പക്കാരും ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത്തവണത്തെ ഇലക്ഷന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഈ ആളുകൾ വിചാരിക്കുന്ന ഇത്തവണ സമുദായത്തിന്റെ കേരളത്തിലൊന്നും അല്ല ഇത്തവണ വോട്ട് കിട്ടും. അല്ല, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പം നമ്മുടെ തൃക്കരിപ്പൂര് സന്ദീപ് വാര്യർ ജയിച്ചു, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ ജയിച്ചു, തവനൂര് ജോയി ജയിച്ചു, കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ്. ഇവിടെ ഏത് സമുദായത്തിനാണ് ഭൂരിപക്ഷം ഉള്ളത്? ഓപ്പോസിറ്റ് ആയിട്ടാണ് ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാഴ്ചപ്പാടിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസം. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ ജയിച്ചു, അമ്പലപ്പുഴ ജി സുധാരൻ ജയിച്ചു, തളിപ്പറമ്പില് CK ഗോവിന്ദൻ ജയിച്ചു. ഇവരൊരു എന്താ പറയുന്ന ഒരു പോളിസിയുടെ ഭാഗമായിട്ട് പാർട്ടിക്ക് പുറത്തു വന്ന് അവർ 3 പേരും ജയിച്ചു. സ്വന്തം താല്പര്യത്തിന് വേണ്ടി പുറത്തു വന്ന 2 പേരാണ് PV അൻവറും PK ശശിയും. 2 പേരും തോറ്റുപോയി. അപ്പൊ പൊതുജനത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു ഇതില് ഇപ്പൊ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ ഈ കെ.സി. വേണുഗോപാൽ ജയിക്കുന്നുള്ള ഉറപ്പല്ലായിരിക്കുന്നത്. അല്ല, വലിയ വിഷയമുള്ള ആളാണ് വി ഡി സതീശൻ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ PK ശശിയെ പോലെ ഒരാൾ എന്തിനാണ് കോൺഗ്രസിന്, എന്തിനായിരുന്നു PK ശശി? ഞാൻ സതീശനോട് അതിനോട് ഞാനും ചോദിക്കുന്നത്, എന്തിനാണ് PK ശശിയെ കൊണ്ടുവന്നത് എനിക്കിപ്പോഴും മനസ്സിലാകട്ടെ. അൻവർ പിന്നെ പോട്ടെ, അവിടെ കുറച്ച് ഇതൊക്കെ നോക്കാം. പക്ഷെ PK ശശി എന്തിനാണ് കൊണ്ടുവന്നത് എനിക്കും ഇപ്പോഴും അതിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ സതീശനെ ഉദ്ദേശിച്ച് ചിലപ്പം അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി വേറെ വല്ല മണ്ഡലത്തിൽ അതിന്റെ ഗുണം കിട്ടുമെങ്കിൽ അത് ഉദാഹരണം, ഞാനൊരു പഴയൊരു വൈസ് ചാൻസലർ അദ്ദേഹം ഉദുമ സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പിന്നീട് മുസ്ലിംസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് വേണ്ട അദ്ദേഹം തന്നെ സ്വയം പിന്മാറി. അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹം എന്നോട് ഇക്കാര്യം പറയപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 2 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തന്നെയാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഈ ജി സുധാകരൻ UDF സീറ്റ് കൊടുക്കുന്നത് ശരിയാകുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന്റെ ഗുണം മറ്റ് പല മണ്ഡലങ്ങളിലും ആലപ്പുഴയിലും മറ്റിടത്തും ഉണ്ടാകും, കാരണം അദ്ദേഹം ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളായതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ PK ശശി അവിടെ നിർത്തി അദ്ദേഹത്തിന്റെ ഗുണം വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ കണ്ടുകൊണ്ടായിരിക്കാം അവിടെ. എനിക്ക് തോന്നുന്നില്ല PK ശശിക്ക് ഒരു ഗുണം ഉണ്ടായിന്ന് തോന്നുന്നില്ല എനിക്ക്. PK ശശി നിർത്തിയത് ഭയങ്കര ചീത്തപ്പേരും മോശമായി പോയി എന്നാണ് എന്റെ അഭിപ്രായം. എവിടെയും കാണുന്നില്ല, ഏത് മണ്ഡലത്തിലും എവിടെയും പുള്ളിയുടെ ഒരു അറിയില്ല, ചിലപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേരളത്തില് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ കോൺഗ്രസിലെ എപ്പോഴും ഹൈക്കമാൻഡ് എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യത്തെ നമ്മൾ ഏറ്റവും വലിയ തമാശ കണ്ടത് ഇവിടുന്ന് മലയാളത്തിലെ ആളുകൾ ഇമെയിൽ അയക്കുന്നതും ഇത് കെ.സി. വേണുഗോപാലാണ് ഇരുന്ന് വായിക്കുന്നത്, നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് മലയാളത്തിൽ എഴുതുന്നതൊക്കെ പറയുന്ന സാധനം. എന്താ ശരിക്കും എന്താ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്? രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും കൂടെ തീരുമാനിക്കുന്ന കാര്യമാണോ? അപ്പൊ ഈ കാര്യത്തിലൊക്കെ ഒരു നീതി നടപ്പാവുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ സതീശന് എങ്ങനെയാണ് ഈ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടുക? അതായത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഞാൻ ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് ഞാൻ ആ ബുക്ക് എഴുതിയ സമയത്താണ്. അപ്പൊ അത് എന്നോട് ചോദിച്ചു, ഇതിനകത്ത് ക്രിറ്റിസിസം ഉണ്ടെന്ന്. ഞാൻ പറയും ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ അതിനുശേഷം അന്ന് അവരോട് എനിക്കൊരു ബഹുമാനം തോന്നി, അവര് പാർലമെന്റിൽ തോറ്റ ആളുകളെ രാജ്യസഭയിലേക്ക് എടുക്കരുതെന്നതാണ്.
അവരുടെ അത് നജ്മ 98 നജ്മ ഹെപ്തുള്ളയുടെ ഒരു ഡിന്നർ ഒരു ടീ ഒരു ഇതിനകത്ത് അവര് ചായ സൽക്കാരത്തിൽ സോണിയാഗാന്ധി അത് പരസ്യമായിട്ട് പറയുന്നത്. അപ്പൊ എനിക്ക് അവരോട് ബഹുമാനം തോന്നി, ഇവരിങ്ങനെ കഴിയും. പക്ഷെ അതേ സോണിയാഗാന്ധി പിന്നീട് ശിവരാജ് പട്ടേലിനെയും പിന്നെ മറ്റേ PM സെയ്ദിനെ മറ്റേ ലക്ഷദ്വീപിൽ നിന്നുള്ള ഇവര് രണ്ടുപേര് രാജ്യസഭ ഇതാക്കി മന്ത്രിമാരാക്കി അങ്ങനെ. അതിനുശേഷം ഒരു തവണ നമ്മുടെ സുരേഷ് കൽമാഡിയുടെ അവിടെ ഡൽഹി ഞാൻ ഇരിക്കുമ്പോൾ, അപ്പൊ എന്റെ കൂട്ടത്തിൽ നമ്മുടെ MJ അക്ബർ ഉണ്ട്, ആന്ധ്ര എന്നുള്ള ഉമാ ഗജപതി രാജു, എല്ലാം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് സോണിയയുടെ ഫോൺ പോകും ഇദ്ദേഹത്തിന് കൽമാഡിക്ക്. അപ്പൊ കൽമാഡിക്ക് അറിയാം ഞാൻ സോണിയയുടെ ഇത് ബയോഗ്രാഫി ആദ്യമായിട്ട് ഇന്ത്യൻ ഭാഷയിൽ സോണിയയുടെ ബയോഗ്രാഫി ഇറങ്ങുന്ന മലയാളത്തിലാണ്. സോണിയ എന്നോട് പറഞ്ഞു, PC തോമസ് സാക്ഷിയാണ് സോണിയ അത് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരുടെയാണ് അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ കൽമാടി എന്നോട് ചോദിച്ചു, സോണിയയുടെ ബയോഗ്രാഫർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ സോണിയ? ഞാൻ പറഞ്ഞു, കേരളത്തിൽ KV തോമസിനും PJ കുര്യനാണ് ഏറ്റവും അധികം ജനബുദ്ധിനെ വിശ്വസിക്കുന്ന നേതാവാണ് സോണിയാഗാന്ധി. അവരോട് ഞാൻ എന്നാ പറയാറുണ്ട്? ഞാൻ മറുപടി അവിടെ ഇരുന്നാൽ എല്ലാവരും ചിരിച്ചത് കേട്ടു. ഉമായിക്കാരി പറയും ഇത്ര ഫീഡ്ബാക്ക് ആണ് വേണ്ടത്. ശരിക്കും എന്താ കേരളത്തെ കുറിച്ചുള്ള ഇവരുടെ ധാരണ എന്താ? സോണിയാഗാന്ധി രാഹുലും ഒക്കെ എങ്ങനെയൊക്കെ കേരളത്തെ കാണുന്നത്, കേരളത്തിലെ നേതാക്കളെ കാണുന്നത്? ഇതാണ് അവസ്ഥ. കാരണം അവിടെ ചെന്ന് ഇതുമായിട്ട് ഓരോരുത്തർ അടുക്കള കൂടെ ചേർന്ന് പറയും ഇതൊക്കെ സത്യമാണ് ഇവരുടെ വിചാരം. കാരണം ഇവരൊന്നും പൊളിറ്റിക്സ് ശരിക്കും കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കൂട്ടത്തിൽ നടന്നു എന്നുള്ളതിന്റെ കുറച്ചതല്ല ഉള്ളു. രാജീവ് ഗാന്ധിക്ക് എന്നെ പറ്റിയില്ല, കൂടുതൽ കൂടി കുറെ എണ്ണം പറ്റിച്ചു പോയില്ലേ, അരുൺ നെഹ്റുവിനെയൊക്കെ പോലുള്ള, സഞ്ജയ് സിംഗ്, ഇവർ ശരിയായ ഫീഡ്ബാക്ക് അവർക്ക് കിട്ടുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഫീഡ്ബാക്ക് മുഴുവൻ KC വേണുഗോപാൽ പറഞ്ഞു കൊടുക്കുന്ന കഥകളായിരിക്കില്ലേ? ആയിരിക്കണമല്ലോ. അതുപോലെ അവരൊക്കെ പറയുന്നതായിരിക്കും സത്യമാണ് ഇവർ വിശ്വസിക്കുന്നത്. വി ആർ ഗെറ്റിംഗ് ക്യാരിഡ് അവേ. അതിലെ സത്യം അല്ല പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത്? കാരണം ഇത്രയും ഇതുണ്ടാക്കിയിട്ട് ഒരു വൈകാരിക ഇതുണ്ടാക്കിയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സ്പോണ്ടേനിയസ് ആണ്, ആരും ഓർഗനൈസ് ചെയ്തതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഇതില്ലെങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അതിനകത്ത് കുറച്ച് ബുദ്ധിയുള്ളവർ കുറച്ച് പേരെങ്കിലും വേണ്ട, പ്രണബ് മുഖർജിയെ പോലെയോ അല്ലെ അഹമ്മദ് പട്ടേലിനെയൊക്കെ പോലെയോ. അപ്പൊ അങ്ങനെയുള്ള ഇല്ലല്ലോ അതിനകത്ത്. ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഒക്കെ ജീവചരിത്രം എഴുതുമ്പോ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്താ, എങ്ങനെയാ? ഇപ്പൊ സോണിയാഗാന്ധിയുടെ ജീവചരിത്രം എഴുതണം എന്ന് തീരുമാനിക്കുന്നു, അപ്പൊ ആദ്യം എന്താ ചെയ്യാ? പെർമിഷൻ വാങ്ങിക്കുവോ? എങ്ങനെയാ വിവരശേഖരണം? എങ്ങനെ, ഏത് തരത്തിലാ ആ കണ്ടന്റിനോട് എഴുതി തുടങ്ങിയിട്ട് പിന്നെ അവരെ അറിയിക്കും നമ്മള് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ കണ്ടന്റിനോടാണോ വ്യക്തിയോടാണോ നീതി പുലർത്തുക? അല്ല, ഞാനത് കോമൺ ആയിട്ട് എഴുതിയിട്ടുള്ളൂ. അതിനകത്ത് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാധനം, എന്തെല്ലാം മണ്ടത്തരങ്ങൾ അവർ കാണിച്ചത് വളരെ വ്യക്തമായിട്ട് ഉള്ളത്. ഞാൻ ഒരു ജേർണലിസ്റ്റിക് വർക്ക് ആയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ? ഒരു ജേർണലിസ്റ്റിക് വർക്ക് ആയിട്ടാണ്. അതെ. ഇപ്പൊ കെ കരുണാന്റെ ജീവിതത്തിൽ എഴുതിയ കൂട്ടത്തിൽ കെ കരുണാന്റെ ജീവിതത്തിൽ എഴുതാൻ കാരണം വെച്ചാൽ സോണിയാന്റെ ജീവിതത്തിന് അവതാരം എഴുതി കരുണാകരനാണ്. അപ്പൊ കരുണാകരൻ എന്നോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ എഴുതാനായിട്ട് KR സുകുമാർ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ അത് എന്നോടൊപ്പം അന്നേരം കരുണാകരൻ കൂടെ ഉണ്ടായിരുന്ന ശൂരനാട് രാജശേഖരനും നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദ് ഒന്നും അവിടെ ഉണ്ടായിരുന്നു പത്മജയുടെ വീട്ടിൽ. അപ്പൊ അവരുടെ അടുത്ത് ഒന്ന് മാറി എന്ന് പറഞ്ഞു, ലീഡർ ഉദ്ദേശിച്ചത് തന്റെ ലീഡറുടെ ജീവിതത്തിൽ എഴുതണമെന്നാണ് മനസ്സിൽ കണ്ടതെന്ന് പറഞ്ഞു. സോണിയാട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പറയും. അങ്ങനെയാണ് ഞാൻ ലീഡറുടെ ജീവിതത്തിൽ എഴുതാൻ. പക്ഷെ ലീഡറുടെ ജീവിതത്തിൽ എഴുതി കൂട്ടത്തിൽ ഞാൻ വൈക്കം മിഷൻ ചേട്ടനെ എഴുതി CPM-ന്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് CPM-നെ വളർത്തിയ ആൾ വൈക്കം മിഷനും ഇപ്പുറത്ത് കേരളം വിശ്വസിക്കുന്നവരാണ് ഞാൻ. അപ്പൊ രണ്ടുപേരുടെ ഞാൻ എഴുതി. ഞാൻ പൊളിറ്റിക്സ് എഴുതിയിരിക്കുന്നത് അല്ല, ഞാൻ ഇവരാരും മഹാനാണെന്നൊന്നും ഞാനകത്ത് എഴുതി. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് ഇത്രയും കാലം കണ്ടതില്? എനിക്ക് രാജീവ് ഗാന്ധി ഒരുപാട് ഇഷ്ടമാണ്. എന്ത് കാരണം? കരുണാകരനെ ഇഷ്ടമാണ്. രാജീവ് ഗാന്ധിയുടെ പ്രത്യേകത ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. രാജീവ് ഗാന്ധി ഒരു ഭയങ്കരമായ മോഡേൺ കാഴ്ചപ്പാടുള്ള ആളാണ്. അദ്ദേഹമാണ് സത്യം പറഞ്ഞ ഇന്ത്യക്ക് ഒരു മോഡേൺ ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. ഞാൻ നരസിംഹറാവിന്റെ ഇലക്ഷൻ സമയത്ത് പിന്നെ അവിടെ കുറച്ചാൾ പോകേണ്ടി വന്നു. കാരണം ഞാൻ ഇതുപോലെ ഞാൻ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഇതിക്കൂടെ ഏൽപ്പിച്ചത്. അപ്പോഴും അവിടെയുള്ള ആളുകളുടെ ഇടയിൽ കാഴ്ചപ്പാട് അതായിരുന്നു. അപ്പൊ എന്നോട് നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PP ലക്ഷ്മണന്റെ മകള്, പുള്ളിക്കാരത്തി മോസ്കോയില് MBBS മെഡിസിൻ പഠിക്കുക. അപ്പൊ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ചേട്ടാ, പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ രാജീവ് ഗാന്ധിയെ കുറിച്ച് എന്തൊരു ആക്സെപ്റ്റൻസ് ആണെന്ന് അറിയാമോ? റഷ്യയിലൊക്കെ മോസ്കോയിലൊക്കെ കോളേജിലെ പിള്ളേർ ഞങ്ങൾ രാജീവ് ഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുകയായിരുന്നു. അപ്പൊ അങ്ങനെ പുറത്തൊക്കെ ഒത്തിരി ഒരുപാട് സ്വീകാര്യത അദ്ദേഹത്തിന് പുതിയ കാഴ്ചപ്പാടിനുണ്ടായിരുന്നു. കരുണാകരനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആശ്രിത മത്സരമായിരുന്നു, അത് സത്യമാണ്. പക്ഷെ അദ്ദേഹത്തിനും ചില കാര്യങ്ങളിൽ ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏക്കാനിലേക്ക് അമൃതാനന്ദമയിന്റെ അടുത്ത് പോകുന്നുണ്ടല്ലോ, ലീഡർ എന്നാ പോകത്തുന്നു? ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ടല്ലോ. മറുപടി പറയുകയാണ്, ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ടല്ലോ. കരുണാകരന്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം സോണിയാഗാന്ധിയെ മദാമേന്ന് വിളിച്ചു. പിന്നീട് ആൾ ചോദിച്ചു, മാഡം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ മലയാളത്തിൽ പറയാം.
വേറെ ഇങ്ങനെ എന്തെല്ലാം പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായിട്ടുണ്ട്? പിന്നെ ഒരിക്കൽ പത്മജയെ കാണാൻ പോയിട്ട് വന്നു ഒരു തവണ. അത് നമ്മുടെ MK മുനീറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ MK മുനീർ മറ്റേ ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങുന്ന സമയത്ത്, അപ്പൊ മുനീറിന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, എന്നോട് പറഞ്ഞു ഇങ്ങനെ പത്മജയും മല്ലിക സുമാരനും കൂടെ എന്തോ ഒരു ചാനൽ തുടങ്ങുന്നു. അപ്പൊ ഇപ്പൊ ആ ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഇതാവും, അതുകൊണ്ട് സത്യാവസ്ഥ ഒന്ന് അറിയണം, ഒന്ന് പത്മജയെ ഒന്ന് കണ്ടും സംസാരിക്കാവുന്നത്. ഞാൻ പറയട്ടെന്ന് പറയാം. എന്നാൽ അവരവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ജഗതിയില് വീട്ടിലായിരുന്നു. ഞാൻ അവിടെ പോയി പലപ്പോഴും ചേച്ചിയോട് സംസാരിച്ചു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുനീറിനെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അതിനെന്നാ എന്ന് പറഞ്ഞു. ഞാൻ മുനീറിനോട് പറഞ്ഞില്ല, അവരങ്ങനെയൊന്നുമില്ല, അവർ വേറെ എന്തോ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നില്ല, അല്ലാതെ TV ചാനലൊന്നുമില്ല, അല്ലാതെ അങ്ങനത്തെ. പിന്നെ ഇങ്ങനെ ആളുകൾ എന്നെ കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ചപ്പോൾ കൃഷ്ണകുമാർക്ക് ചോദിക്കാറ് ഉമ്മൻചാണ്ടിയുടെ ക്യാമ്പിൽ എന്നാണ്ട് വിശേഷം, ഞാൻ കോട്ടത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ ഒരു തവണ പിന്നെ ഞാനും സുരേഷ് കുറുപ്പും കൂടെ ഒരുമിച്ച് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു, ഒരുമിച്ച് എറണാകുളത്തിന് പോകുന്നത്. അപ്പൊ സുരേഷ് കുറുപ്പ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു 5 സീറ്റ് ആ പാർലമെന്റ് ഇലക്ഷനിൽ 5 സീറ്റ് LDFനും 15 സീറ്റ് UDFനും കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ. അപ്പൊ തിരുവനന്തപുരം UDF എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് കണക്കൂട്ടിയത്. അവിടെ ഇറങ്ങി സുരേഷ് അങ്ങോട്ട് പോയി, ഞാൻ ഓഫീസിലും പോയി. കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വരുമ്പോൾ K കൃഷ്ണകുമാർ അവിടെ നിൽക്കും. കൃഷ്ണകുമാർ എന്നോട് ചോദിച്ചു, എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു, എന്നാ ഉണ്ട് ഉമ്മൻചാണ്ടി ക്യാമ്പിലൊക്കെ വിശേഷത? ഞാൻ ചോദിച്ചു, സാറ് ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? തിരുവനന്തപുരം ഞാനൊന്ന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത്ര ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല. ഞാൻ പറഞ്ഞു അത് VS കുമാർ കഴിഞ്ഞ പ്രാവശ്യം നിന്നല്ല, VS തോറ്റുപോയല്ലോ, കുമാർ തോറ്റുപോയല്ലോ, മറ്റേ പന്തിന്റെ ഇതിനോട് മറ്റേ തോറ്റുപോയല്ലോ, അപ്പൊ പിന്നെ എനിക്ക് നോക്കാമല്ലോ നോക്കാം. തിരിച്ച് സുരേഷ് നമ്മളുടെ കണക്കൂട്ടിൽ നിന്ന് മാറ്റണം കേട്ടോ, 15 എന്നുള്ളത് 14 ആക്കണം. ഒരു സീറ്റ് കിട്ടുന്ന ഉറപ്പായെന്ന് പറഞ്ഞല്ലേ? എല്ലാ ഇലക്ഷനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാമായിരുന്നോ? എത്ര കണക്കുകൂട്ടലുകൾ മനസ്സിൽ കൂട്ടുന്ന എപ്പോഴും ശരിയായിരുന്നു ഇലക്ഷനുകൾ റിസൾട്ടിനെ പറ്റി? ഇല്ല, എപ്പോഴും ശരിയാകാറുണ്ട്. ഇത്തവണ പക്ഷെ എനിക്കൊരു വേവ് അടിയിലുണ്ടെന്നൊരു തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്തെ അല്ല, കുറച്ച് മുമ്പത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും തമ്മിൽ ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ചോദിക്കുമല്ലോ. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാനുണ്ട്. കാരണം കർണാടക നമ്മളോട് പറയുമായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് 99 ഇലക്ഷന്റെ സമയത്ത് കോട്ടയത്ത് വന്നപ്പോഴത്തേക്ക് കർണാടകം പറയുന്നത്, ഞാൻ ചോദിച്ച ലീഡർ എത്ര സീറ്റ് കിട്ടും? എന്നോട് പറഞ്ഞു PJ കുര്യനെ ഇടുക്കിന്ന് കോട്ടയത്തിന് മാറ്റി PC ചാക്കോയെ ഇടുക്കിക്ക് മാറ്റിയാൽ 12 സീറ്റ് കിട്ടും, അല്ലെ 11. അത് കറക്റ്റ് ആയിരുന്നോ അന്നൊക്കെ പറയുന്നത്? ഏതാണ്ട് കൃത്യം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഏതാണ്ട് ശരിയാണ്. ഈ ബന്ധം എപ്പോഴാ പോയത്? മനോരമ വിട്ടപ്പോഴ ഈ ബന്ധം എപ്പോഴാ പോയത്? ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള മനോരമയായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല, വ്യക്തിബന്ധമാണ്, ഇതെന്റെ സ്വന്തമായ വ്യക്തിബന്ധമാണ്. മനോരമയായിട്ട് വന്നത് അത് പോയപ്പോൾ തിരിച്ചു വന്നപ്പോഴും. അത് ശരി. മനോരമ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു മനോരമ ഒരു. അപ്പൊ ഏത് ലീഡറോട് ഇത് അവസാനിച്ച് ഉമ്മൻചാണ്ടിയോട് കൂടിയോ? അല്ല, ഉമ്മൻചാണ്ടിയുടെ റിലേറ്റീവ് ആണ്, എന്റെ വൈഫ് ഉമ്മൻചാണ്ടിയുടെ കസിൻ. അപ്പൊ എപ്പോഴാ ഇത് ഈ രാഷ്ട്രീയ ഈ കണക്കുകളൊക്കെ കറക്റ്റ്? അല്ല, ഇപ്പൊ ആരും ഒന്നും പറയത്തില്ല കൃത്യമായിട്ട്, ഇപ്പൊ ഒന്നും പറയത്തില്ലല്ലോ. ഉമ്മൻചാണ്ടി വരെ ആ കൾച്ചർ ഉണ്ടായിരുന്നുള്ളൂ, ഉമ്മൻചാണ്ടിയുടെ ഒരു കാലം വരെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി പക്ഷെ ഇതൊന്നും പറയത്തൊന്നുമില്ല, പറയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. കരുണാകരനെ പോലുള്ളവരെ പറയത്തില്ല അങ്ങനെയുള്ള കൃത്യമായിട്ട്. കരുണാകരൻ വരെ അല്ലേ? അത് വേറെ എനിക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പൊ അദ്ദേഹം അദ്ദേഹം പക്ഷെ ഇങ്ങനെയൊന്നും പറയില്ല, അല്ലാത്ത കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട്. അദ്ദേഹം പിന്നെ ഒരു ദിവസം പിന്നെ ഞാൻ കായികകളുടെ ചരിത്രം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് അന്ന് നിയമസഭ നടക്കുന്നുണ്ട്, പുള്ളി തിരുവനന്തപുരം വിട്ടു പോകത്തില്ല, കോട്ടയത്തിന് വരാൻ പറ്റത്തില്ല, പകരം ഞാൻ പ്രസംഗം എഴുതി തരാം, വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ തന്നെ പ്രധാനെ വിളിച്ചിട്ട്, പ്രതാപത്തെ കണ്ണിലിനൊരു 2 പേജ് പ്രസംഗം എഴുതി കൊടുക്കാനാണ് കേട്ടോ, അത് വായിക്കാനെന്ന് പറഞ്ഞു, ഒട്ടും മോശമാക്കരുത് കേട്ടോ, എന്നെ ഇവിടെ വരെ ഒന്ന് വിളിച്ചല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പുള്ളിക്ക്, നമ്മളോട് വിളിച്ചു ചോദിക്കുകയും ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനകത്ത് മുറി പിന്നെ വേറെ ശുപാർശക്കാരല്ലാത്ത നമ്മൾ ചെന്നാ ഫ്രീയാണ്. രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടി പ്രസംഗങ്ങളൊക്കെ എഴുതി കൊടുക്കുമായിരുന്നോ? അത് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്, കർണാടക കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം പിന്നെ നമ്മുടെ നാഷണൽ ഗെയിംസ് നടന്നില്ല അഹമ്മദാബാദിൽ, നാഷണൽ ഗെയിംസ് നടന്നപ്പോഴത്തേക്ക് എന്നോട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ കണ്ടുപോയി, അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ സ്പോർട്സിന്റെ ചരിത്രം ഒന്ന് തിരിച്ചു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ തൊട്ടുള്ള ഒരു ബ്രീഫായിട്ട് സാധനം പെട്ടെന്നൊന്ന് ശരിയാക്കി കൊടുക്കണം, അദ്ദേഹത്തിന് അവിടെ എന്തോ ആവശ്യം. ഞാൻ രാത്രി ഇരുന്നത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാനാ കൊടുത്തെന്ന് എനിക്ക് ഓൺലി യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കണ്ടെന്ന് വന്നു മാത്രം, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിക്കൊക്കെ പലപ്പോഴും ഇങ്ങനെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കാരണം ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പലരും നമ്മുടെ ബുക്കുകളൊക്കെ പിന്നെ നിയമസഭയിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാറുണ്ട്,
പലരും അടൂർ പ്രകാശ് വിളിച്ചിട്ടുണ്ട്, ബെന്നി ബെഹനാൻ വിളിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നു. അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ഒരു KC വേണുഗോപാലിനെയും സതീശനെയും വെല്ലാനുള്ള ഒരു ലെഗസി എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് ശരിക്കുള്ളത്? ഇപ്പൊ പ്രായം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഘടകമാണോ? അല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് എപ്പോഴും ഒരു ചോദിക്കാവുന്ന ഒരു അദ്ദേഹത്തിന് ഒരു ഇതുണ്ടല്ലോ, ഒരു ക്ലെയിം ഉണ്ടല്ലോ. ഞാൻ ഇത്ര സീനിയറാണ്, എത്ര ഇതായിട്ട് വന്ന ഒരു ക്ലെയിം ഉണ്ടല്ലോ. അത് തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തെക്കാട്ടി സ്വീകാര്യത ഇപ്പൊ സതീശനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയാം. അത് അദ്ദേഹം പക്ഷെ ഇത് ഇങ്ങനെ പറയുന്നില്ലല്ലോ. അല്ല, അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടാനുള്ള ഒരുപാട് സ്ഥാനമാനങ്ങളിലൊക്കെ ഇരുന്ന ആളെ. ഇപ്പൊ 1980 തൊട്ട് KC പ്രസിഡന്റ് ആയിട്ട് അങ്ങനെയൊക്കെ 86 മന്ത്രിസഭയില് 86 തന്നെ വന്നിട്ടുണ്ട്. 28ാമത്തെ വയസ്സിൽ 4 തവണ ലോക്സഭാംഗം, കോട്ടയം മാവേലിക്കര ആഭ്യന്തര വകുപ്പ് മന്ത്രി, 9 വർഷം KPCC പ്രസിഡന്റ്. ഇങ്ങനെ ഇഷ്ടം പോലെ അദ്ദേഹം ഇരിക്കാവുന്ന എല്ലാ പോസ്റ്റിലും ഇരുന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ആഭ്യന്തരമന്ത്രിയായി വരെ ഇരുന്നിട്ടുണ്ട്. അതായിരുന്നു. അത് കുറച്ചുകൂടെ ഇരുന്നിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആകാമായിരുന്നു. അന്നേരം കയറി ഈ പെട്ടെന്നാകാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ രമേശിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. രമേശിന്റെ തീർച്ചയായിട്ടും തന്നെ ഞാൻ എനിക്ക് മുഖ്യമന്ത്രി ആകാമല്ലോ, എനിക്കും ആകരുത്, അത്ര സീനിയർ അല്ലേ. അപ്പൊ അവരെക്കാട്ട് സീനിയറാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം. സീനിയോറിറ്റി മാത്രം വെച്ച് നോക്കുകയാണ് അല്ലെ? അല്ല, ഇനിയൊരു ജീവചരിത്രം എഴുതണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ലീഡർ നേതാവാരാ? ഒരു ജീവചരിത്രം എഴുതാൻ മാത്രം കഥകളുള്ളത് അങ്ങനെയുള്ള ഇല്ലല്ലോ ഇവിടെ. ജീവിതത്തിൽ എഴുതുന്ന അതിനകത്ത് എന്തെങ്കിലും വേണ്ടേ? ഇപ്പൊ ഏക്കാനുടെ ജീവിതത്തിൽ എഴുതി ആരെങ്കിലും വായിക്കും? BJP പോയതൊക്കെ എഴുതിയ ആൾക്കാർ വായിക്കും. അതൊന്നും വായിക്കത്തൊന്നുമില്ല. അതാണ് അതിനകത്തൊന്നും ആളുകൾക്ക് താല്പര്യം. ആളുകൾക്ക് എപ്പോഴും ഈ കോൺട്രവേഴ്സി അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ രസമുള്ളൂ. ഇപ്പൊ കർണാടകത്തിനകത്ത് ഒത്തിരി രസകരമായ കഥകളുണ്ട് പുള്ളിയുടെ ഓരോ ഇതിൽ. ഇപ്പൊ ഉദാഹരണത്തിന് കെ മാണി കേന്ദ്രമന്ത്രി ആകുമെന്ന് പറഞ്ഞു, ആയില്ല. അപ്പൊ കർണാടക എന്നോട് എല്ലാവരുടെയും മുമ്പിൽ എന്നോട് പറഞ്ഞു, പിന്നെ മാണിയെപ്പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന് എനിക്ക് സന്തോഷമല്ല ഉള്ളൂ, ഞാൻ അങ്ങനെ ചെയ്ത് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്നിട്ട് പിന്നെ ലീഡർ ഉന്നതത്തിനാ നേരിട്ട് അവിടെ പോകാതെ പിന്നെ ചന്ദ്രശേഖർ പുഷ്പചക്രം വെക്കാനായിട്ട് മറ്റേ അവിടെ എന്താ സ്ഥലത്തിന്റെ പേര്, ഡൽഹിയിലെ ഗാന്ധിയുടെയൊക്കെ ഇതുള്ള സ്ഥലത്ത് രാജ്ഘട്ടിൽ പുഷ്പചക്രം വെക്കാൻ വന്നപ്പോഴത്തേക്ക് ആ കാറെ കയറി എന്തിനാ പേര് മാറ്റിച്ചത് ചോദിച്ചു. നേരെയൊക്കെ പറയാൻ പോലായിരുന്നു. ലീഡർ ചിരിച്ചു. അപ്പൊ ആ ചിരിന്ന് എനിക്ക് മനസ്സിലായി ഇത് ലീഡർ അവിടെ വെച്ച് ഒപ്പിച്ച. അതായത് ഈ രാജ്ഘട്ടിൽ നിന്ന് പാർലമെന്റ് വരെ പോകുന്നതിന് ഇടയ്ക്ക്, അല്ലെ രാഷ്ട്രപതി വരെ പോകുന്നതിന് ഇടയ്ക്ക് വെട്ടിയാണ് മാണിസാറിനെ. കാരണം മാണിസാർ ഡൽഹി ചെന്ന് കഴിഞ്ഞല്ലോ. അതൊക്കെ പുള്ളി ഇവിടെ തന്ത്രമായിട്ട് ചെയ്യുകയും അത് പിന്നെ രഹസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ അതിനും പുള്ളിക്കൊരു ഇതുണ്ട്, മറുവശമുണ്ട് എല്ലാത്തിനും. എന്തുകൊണ്ടാണ് പല മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരായിട്ടുള്ള അടുത്ത ബന്ധവും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പല ഡീലിനും ഇടനാഴികളിലെ അധികാര കേന്ദ്രമായിട്ടൊക്കെയാണല്ലോ ഉപയോഗിക്കുക. പക്ഷെ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് ഈ വിമർശനാത്മകമായിട്ട് ഈ ബന്ധം നിലനിർത്തുകയും അവരെ കുറിച്ചൊക്കെ ഉള്ള വിമർശനങ്ങൾ ഇപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്നു, പക്ഷെ പുസ്തകങ്ങൾ എഴുതുന്നു, പക്ഷെ അത്യാവശ്യം നല്ല ബന്ധം നിലനിർത്തുന്നു? അത് എങ്ങനെയാ പറ്റുന്നത്? അല്ല, നമ്മൾ സത്യസന്ധമായിട്ട് പറയുന്നു, നമ്മൾ അവരുടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, പിന്നെ നമ്മളെ പേടിക്കുന്നത്. അത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആളുകൾ എപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കില്ല, അല്ലാത്തവർക്കാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ KC വേണുഗോപാലിനെ ഞാനിപ്പോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഞാൻ വേണേൽ കൂടുതലായിട്ടിപ്പം നമ്മുടെ V മുരളീധരനില്ലേ കേന്ദ്രമന്ത്രിയാണ്. V മുരളി കേന്ദ്രമന്ത്രിക്ക് നെഹ്റു ട്രോഫിയായിട്ട് നെഹ്റുവിന് ബന്ധം. നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് നെഹ്റു സംഭാവന ചെയ്ത സാധനം, ആലപ്പുഴ വള്ളംകളിയുടെ. നെഹ്റു ആണ് ആ ട്രോഫി കൊടുക്കുന്നത്. അങ്ങനെയാണ് നെഹ്റു ട്രോഫി പേര് വന്നത്. എന്നാ ബന്ധമെന്ന് ചോദിച്ച് ഇപ്പൊ V മുരളീധരനെ ഞാൻ നിശ്ചിതമായി വിമർശിച്ച് എഴുതി. പിറ്റേ ദിവസം ഞാനും V മുരളീധരനും കൂടെ ഒരുമിച്ചൊരു കല്യാണ വീട്ടിൽ വെച്ച് ഒരുമിച്ച് ചായ പിടിച്ചപ്പോൾ ഞാൻ ഈ കാര്യം സംസാരിച്ചേക്കാം. അപ്പൊ ആളുകൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന സത്യമാണെങ്കിൽ അതങ്ങനെ, അല്ലാത്തൊരു പോകാൻ പറയാം. അല്ലാത്ത നമ്മളെ തന്നെ അവരുടെ പുറകെ പോകുന്നത്. കെ മുരളീധരൻ എങ്ങനെയാ വിലയിരുത്തുന്നത്? കെ മുരളീധരന്റെ ഒരു തലവരെ എവിടെയാ പഴിച്ചു പോയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ മാത്രം തലപ്പൊക്കമുള്ള ഒരു ലീഡർ അല്ലേ കെ മുരളീധരൻ? KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മന്ത്രിയാകാൻ പോയി, ബൈ ഇലക്ഷൻ തോറ്റുപോയി. അതാണ് അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. തിരിച്ചു കയറി വരാമല്ലോ. അദ്ദേഹം എങ്ങനെയാ ഈ പവർഫുൾ അല്ലാതായി മാറി? ഇപ്പൊ ഈ 3 പേരുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും 4ാമത്തെ ഒരാൾക്കും കൂടെ അവകാശം വെക്കാവുന്ന ഒരു ലീഡർ അല്ലേ? ഇപ്പൊ അദ്ദേഹം വളരെ സൈലന്റ് ആണ്. ഏറ്റവും പക്വതയുള്ള കോൺഗ്രസിലെ നേതാവായിട്ടാണ് ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. അദ്ദേഹം വളരെ ഇതായിട്ട് ഇപ്പൊ തന്നെ സതീശനെ സപ്പോർട്ട് ചെയ്യാനുള്ള അദ്ദേഹം സംസാരിച്ചത്. എന്റെ അച്ഛന്റെ ശാപം കിട്ടാത്ത വ്യക്തിയാണ് സതീശൻ എന്ന് പറയല്ലോ കെ മുരളീധരൻ. അത് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ കെ മുരളീധരൻ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ കെ മുരളീധരൻ ആളുകളെ കണ്ട തിരിച്ചറിയില്ല. ഇപ്പൊ ഞാൻ കെ കരുണാകരന്റെ ജീവിതത്തിൽ കണ്ട ഇപ്പൊ എന്നെ കണ്ട കെ മുരളീധരൻ അറിയത്തില്ല. മുരളിയേട്ടൻ ഓർത്തു വെക്കില്ല എന്നല്ലേ? ആളുകളെ ഓർത്തു വെക്കില്ല.
ഞാൻ മുരളിയേട്ട ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്നാണ് പറഞ്ഞാലേ പുള്ളി ഓർക്കത്തുള്ളൂ. ശരി. അതിനകത്ത് പലപ്പോഴും നേരെ തിരിച്ച. അപ്പോ കെ മുരളീധരൻ ആളുകളെ ഇങ്ങനെ വിളിക്കുകയും ബന്ധം നിലനിർത്തി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അതെനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫോൺ വിളിച്ചാൽ നല്ല ഭംഗിയായിട്ട് കാണും. നേരിട്ട് കണ്ടാലും നല്ല ആയിട്ട് സംസാരിക്കും. ബന്ധങ്ങളെല്ലാം പുള്ളി പെട്ടെന്ന് ഓർത്തെടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ വാട്സാപ്പ് ഒക്കെ എന്നോട് പറയും, ജ്യോതിക്കൊന്ന് അയച്ചേക്കാം, എന്തെങ്കിലും വായിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ. പുള്ളിക്ക് വാട്സാപ്പ് ഒന്നുമില്ല, അത് നോക്കാം. ജ്യോതി ചേച്ചിക്ക് അയച്ചു കൊടുത്തതാണ്. മന്ത്രിസഭ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുന്നതെന്ന് കരുതുന്നത്? ഇന്നോ നാളെ ആയിട്ടുണ്ടാകാൻ പോകുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം കെ സി വേണുഗോപാലാകാൻ പരിപാടിയൊന്നുമില്ല. കാരണം അവരുടെ താല്പര്യം, പിന്നെ ഘടകകക്ഷികളുടെ ഒരു താല്പര്യവും പൊതുവികാരവും കൂടെ കണക്കിലെടുത്താൽ സതീശന് തന്നെ കൊടുക്കുന്നതാണ് എന്റെ മുസ്ലിം ലീഗിന് എത്രത്തോളം, മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തിന് എത്രത്തോളം വിലയുണ്ട് ഈ വിഷയത്തില്? അല്ല, മുസ്ലിം ലീഗ് പറയുന്ന കണക്കിലെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തല്ലേ. കോൺഗ്രസിനെക്കാട്ടി കൂടുതൽ ഈ ഭരണം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടരാണ് ഇത്. അവർ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഓർക്കണം. അവർ എക്സ്ട്രാ സീറ്റ് ചോദിച്ചില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട നേരത്തെ തന്നെ അവർ പറഞ്ഞു. ഏറ്റവും മാന്യമായിട്ട് നിന്നൊരു ഗ്രൂപ്പാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ്. പ്രത്യേകിച്ച് സാദിഖ് അലി ശിഹാബ് വന്നതിന് ശേഷം മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട് ഒരുപാട് മാറ്റം വന്നു. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വെക്കേണ്ട എനിക്ക് വളരെ ഇതുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയായിരുന്നു, കർണാടന്റെ കാര്യം പറയായിരുന്നു. അതായത് ബാല്യകാലത്ത് ഞാൻ പുസ്തകം എഴുതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കൊച്ചിലെ ഇങ്ങനെ മാവും ചോട്ടി കുഴി വെച്ചിട്ട് ആളുകളെ വീട്ടിൽ പണിയുണ്ടായിരുന്നു കർണാടൻ. അപ്പൊ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ പക്ഷെ അതിനകത്ത് ഒരു ഇതും കൊണ്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവരിടയ്ക്ക് ലീഗ് UDF ഇട്ട സമയത്ത് ഞങ്ങള് ചന്ദ്രികയിലെ എഡിറ്റർമാരോട് പറയാറുണ്ട്, ലീഡറെ വേദനിപ്പിക്കുന്ന ഒരു പാചകവും ചന്ദ്രിക പത്രത്തിൽ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മുസ്ലിം ലീഗിനെ പൂർണ്ണമായിട്ട് അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. മറ്റേ ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞത്. കാരണം അവര് മുസ്ലിം ലീഗ് ദുർബലമാകുമ്പോഴാണ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ കൂടുന്നത്. മിതവാദികൾ മുസ്ലിം ലീഗിലാണുള്ളത്. ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള നമുക്കറിയാമല്ലോ. ഇപ്പൊ തന്നെ അവർ വീട് വെച്ചു കൊടുത്ത കണ്ടില്ല വയനാട്ടില്. അതിനകത്ത് മുസ്ലിം മാത്രമല്ല കൊടുത്തത്, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. മാത്രമല്ല തങ്ങൾ പറഞ്ഞു കേട്ടില്ല, നമ്മുടെ വീടാന്ന് പറഞ്ഞ് ഒറ്റ ഒരുത്തിന് അതിനകത്ത് കയറി പോയെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നേക്കരുതെന്ന് പറയുന്നത്. സാധിക്കൽ ശിവാത്തങ്ങൾ ഏകദേശം ഭയങ്കരമായ മാറ്റമുണ്ട്. ഈ പണ്ടത്തെ ബുധനാഴ്ചകളിലെ വാർത്താ സമ്മേളനം അതിനൊന്നും അങ്ങനെ തിരുവനന്തപുരത്ത് ജോലി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? മുഖ്യമന്ത്രിമാരുടെ വാർത്താ സമ്മേളനം നയനാറുടെ ഞാൻ ട്രെയിനിങ് വേണ്ടി തിരുവനന്തപുരത്ത്. അപ്പൊ നയനാറുടെ ഏത് കാലത്താ? ഇ കെ നായനാരുടെ 87. അപ്പൊ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് ഈ നയനാറ് രസീനാണ്. അപ്പൊ നയനാറ് പിന്നെ ഞാൻ KR സുകുമാർ സാറിന്റെ കൂട്ടത്തില് നിയമസഭയില് ഇത് പഠിക്കാനായിട്ട് കൂട്ടത്തിൽ പോവാം. അപ്പോൾ നയനാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അംബാസഡർ കാറെ വന്നിറങ്ങി കഴിഞ്ഞിട്ട് അവിടെ വന്നിറങ്ങി കഴിഞ്ഞുകൊണ്ട് ഒരു ദിനേശ് വീഡിയോ എടുത്തു വലിച്ചിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും സെക്യൂരിറ്റിക്കാർ ഉൾപ്പെടെ എല്ലാവരും ലോഹ്യം ചെയ്തു. ആ ഒരു ബീഡി തീർന്നിട്ട് എല്ലാവരും കണ്ടില്ലേ ഒരു ബീഡി ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ ലാസ്റ്റ് പോകാൻ മിക്കവാറും അസംബ്ലിക്ക് അകത്തോട്ടാണ് അങ്ങനെ കയറിപ്പോകുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോഴത്തേക്ക് ചുമാർ സാറിന്റെ കൂടെ ഞാൻ നിൽപ്പുണ്ട്, എന്നെ അറിയത്തില്ല. അപ്പൊ ചുമാർ സാർ പരിചയപ്പെടുത്തിട്ട് പറഞ്ഞു ഞാൻ കണ്ണൂരുണ്ടായിരുന്നതാണ്. അപ്പൊ നയനാർക്ക് പെട്ടെന്ന് മനസ്സിലായത് ഞാൻ കണ്ണൂരാണ് ജോലി ചെയ്യുന്നത്. ചുമാർ സാറിന്റെ അടുത്ത് നിന്ന് എന്നെ മാറ്റി നിർത്തി തോളയെ പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ KM രാഘവൻ അല്ല MV രാഘവന്റെ കാറിലൊന്നും കയറരുത് കേട്ടോ കണ്ണൂർ, നമ്മുടെ പിള്ളേർ ചിലപ്പോൾ എറിയും. എന്നോട് മാറ്റി നിർത്തി വളരെ രസമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ MV രാഘവന്റെ കാറിലൊന്നും കയറട്ടെ, നമ്മുടെ പിള്ളേർ ചിലപ്പോൾ എറിയും. ചുമാർ സാർ എന്നോട് എന്നെ എത്ര രഹസ്യം പറഞ്ഞതല്ല, ഞാൻ ഏറുകൊള്ളായിരിക്കാനായിട്ട് വേണ്ടി ഒരു ഉപദേശം തന്നതാണ്. അപ്പൊ മനോരമയിലാരുടെയും ജീവചരിത്രം എഴുതണം തോന്നിയിട്ടില്ല? അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി അതിൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എഴുതാനൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ പത്രക്കാർക്ക് പഴയ പത്രക്കാരെ പോലുള്ള കാഴ്ചപ്പാടില്ല. അപ്പൊ ഞാൻ ഷേണായി സാർ ഒരിക്കൽ മാതൃഭൂമിയിൽ ലേഖനം എഴുതി, മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ അഴിമതി കാണിക്കാത്ത പലരും കാണും, പക്ഷെ 3 പേരുടെ പേര് ഞാൻ എടുത്തു പറയാം. ഒന്ന് മൻമോഹൻ സിംഗ്, ഒന്ന് AK ആന്റണി, ഒന്ന് മമതാ ബാനർജി. അപ്പൊ ഞാൻ 4ാമതൊരാളുടെ പേര് പിന്നീട് ഞാൻ ഷേണായി സാറിനെ ഡെലിവറി ചെയ്യണം. ഞാൻ സാർ ഈ 3 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്, 4ാമതൊരാളുണ്ടോ അദ്ദേഹം അഴിമതി കാണിച്ചില്ല, പക്ഷെ മകൻ അഴിമതിക്കാരനാണ്. അത്ര വരെ അറിയാവുന്ന അത് ഞാൻ പറയത്തില്ല, പേര് പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് അത് അത്ര അറിയാവുന്ന ആളുകളായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഇതിപ്പോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് TV വന്ന് ചുമ്മാ പറയല്ലേ. അല്ല, ഇപ്പൊ മാപ്രാന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് മാധ്യമപ്രവർത്തകരെ. അപ്പൊ എന്ത് കാര്യം കൊണ്ടാ വിളി കേൾക്കേണ്ടി വന്നത്? എന്തായിരുന്നു ആ മാറ്റം? അത് ഇത് തന്നെ കിട്ടുന്നതെല്ലാം. കഴിഞ്ഞ വർഷം രസമുണ്ട്, ഷിയാസ് പ്രസംഗിക്കുന്നു എറണാകുളത്ത്, പരസ്യ പൊതുയോഗത്തിലാണ് പ്രസംഗിക്കുന്നത്. അതിലെ 2 വാക്കെടുത്തോണ്ട് TV ചാനൽ പറയാം ബിഗ് ബ്രേക്കിംഗ് ആണ്. പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാലോചിക്കുക, ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയാം. അതിൽ 2 സെന്റൻസ് എടുത്ത് കൊടുക്കും. എവിടെ നിൽക്കുന്നു മാധ്യമപ്രവർത്തനം അറിയിക്കും.
എനിക്കാണെങ്കിൽ മാപ്ര എന്നുള്ള ഇതുപോലെ ഇച്ചിരി അഭിമാനം തോന്നുന്നത് ഞാൻ ചൈനയെ കഴിഞ്ഞ് ഏഷ്യൻ ഗെയിംസിന് വന്നിട്ടുണ്ട്. ചൈനക്കാർ ടി വിക്കാർക്ക് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു, വളരെ ബഹുമാനപൂർവ്വം. അപ്പൊ 8 10 ചാനലുകാർ എടുത്തു കേട്ടോ പല. അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു ഞാൻ ജപ്പാനിലും ചൈനയിലും രണ്ടിടത്തും ഏഷ്യൻ ഗെയിംസ് റിപ്പോർട്ട് ചെയ്യാണ്ട് ഇവർക്ക് ജപ്പാനാണല്ലോ ശത്രു, ഇതിനുള്ള കമ്പാരിസൺ ആയിരുന്നു താല്പര്യം. അത് ആരാണ്ടിങ്ങനെ പറഞ്ഞു എല്ലാവരും വന്നിട്ട് അടുത്ത്. അപ്പൊ അന്നാണ് വീണ്ടും ഞാനന്ന് എഴുതുകയും ചെയ്തു, മാപ്ര അല്ലാതെ കുറച്ച് നാൾ മാന്യനായ പത്രത്തിനായിട്ടൊരു ഇത് കിട്ടിയത്, ഐഡന്റിറ്റി കിട്ടിയത് പറയുകയും ചെയ്തു. പക്ഷെ ഞങ്ങളൊക്കെ ജേർണലിസ്റ്റ് ഫുൾ ടൈം ജേർണലിസ്റ്റുകളായിരുന്നു. ഇപ്പൊ മാപ്ര ഒന്നുമല്ല, അത് പക്ക ജേർണലിസ്റ്റുകൾ തന്നെ. അപ്പൊ വാർത്താ ശേഖരണം എങ്ങനെയായിരുന്നു? ഈ സോഷ്യൽ മീഡിയയുടെ കാലം അല്ലായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു? ഇന്റർനെറ്റ് ഇല്ല, ലൈബ്രറികളെ ആശ്രയിച്ചായിരുന്നു വിവരം എടുത്തിരുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? അപ്പൊ കുറെ കൂടെ സത്യസന്ധമായിട്ട് നമ്മളെല്ലാം ഹോംവർക്ക് ചെയ്യും. എനിക്കൊക്കെ ടൺ കണക്കിന് ഫയലുകൾ ഉണ്ടായിരുന്നു ഓരോ. അല്ല, അപ്പൊ സമയം എങ്ങനെയായിരുന്നു? സമയം കുറേ സമയം വേണ്ട. ഇപ്പൊ ഇന്റർനെറ്റിൽ നമ്മളൊരു സാരി നോക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് ആ സമയം മതി. ഇപ്പൊ ഒരു അല്ല, ആ ലൈബ്രറി സമയം പോയിട്ട് നിയമസഭ രേഖ എല്ലാ ദിവസവും ഹോംവർക്കിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. അതിന്റെ ഗുണം ഇന്നും ഉണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളും ഓഫ് ഹാൻഡായിട്ട് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അന്ന് ചെയ്ത ഹോംവർക്കിന്റെ ഗുണം. അത് കയ്യിൽ ഫോണില്ലാത്തോണ്ട് കുത്തി നോക്കാൻ പറ്റാത്തോണ്ട് അത് പഠിച്ചു വെക്കും അല്ലേ? അത് കാണാൻ പഠിച്ചു വെക്കും, അല്ലെങ്കിൽ കയ്യിൽ ഫയൽ എടുത്ത് നോക്കും, ചെക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ പിന്നെ കൽക്കട്ടയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് എന്നോട് പറയുന്നത് 98-ലെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചുള്ള പ്രീവ്യൂ വീക്ക് മാസത്തേക്ക് എഴുതണമെന്ന്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എഴുതിയപ്പം ഗീത്സെത്തി അതിനകത്ത് അന്ന് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ സ്നൂക്കറും ബില്യാർഡ്സും കാരം ബോളും പൂളും വരികയാണ്. അപ്പൊ ഞാൻ ഗീത്സെത്തി 6 തവണ ലോകചാമ്പ്യനായിരുന്നു, 7 തവണ ലോകചാമ്പ്യനായിരുന്നു ഞാൻ വീക്കിനകത്ത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് 6 ആയിട്ടുള്ളൂ എന്നുള്ളത്. എന്റെ ഫയൽ നോക്കുമ്പോൾ 7 എന്നുള്ള ഞാനൊന്നും അവിടുന്ന് എവിടെ കപ്പി എടുത്ത് കൊടുത്താം. അപ്പൊ ഞാനത് കഴിഞ്ഞ് സേഫ്റ്റി കണ്ടപ്പോൾ ഞാൻ ഈ വീക്കിന്റെ കോപ്പി കൊടുത്ത് ഞാൻ പറയും, സേഫ്റ്റി made a mistake. I wrote like this that I won 7. No, you forget about it. I'll win another for you. He went on to win 8. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുക നോക്കാം. പക്ഷെ നമ്മുടെ ഫയൽ അങ്ങനെ തെറ്റാറില്ല സ്വന്തം ഇത്, കാരണം അതിന് കൃത്യമായ ഒരു ഇതുണ്ട്. ഇപ്പോഴും അതുകൊണ്ട് ആളുകൾ നമ്മളെ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മെമ്മറി എന്നൊക്കെ എടുത്തു പറയാൻ വേണ്ടി അല്ലേ? എൻസൈക്ലോപീഡിയ പോലെ ആളുകൾ സ്പോർട്സിന്റെ എല്ലാ കാര്യം വിളിച്ചു ചോദിക്കായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രി അതെ, ഏത് ചാനലിൽ നിന്നും വിളിക്കും, മിക്കവാറും എല്ലാ ചാനലിൽ നിന്നും വരും സ്പോർട്സ് വരുന്നത്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയാ കാണുന്നത്? അദ്ദേഹമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളോ അടുപ്പം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ രണ്ട് തവണ പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ കോട്ടയത്ത് ഫെസ്കോ സെക്രട്ടറി ആയിക്കൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഞാനാണ് ജനറൽ കൺവീനർ കോട്ടയത്ത്. ഇപ്പൊ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫണ്ട് നമ്മുടെ സോവനീറിലേക്ക് അതിന് വേണ്ടിയിട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ലായിരുന്നു. കൂട്ടത്തിൽ അവിടുത്തെ തിരുവനന്തപുരത്തെ ജേർണലിസ്റ്റുകളാണല്ലോ കൂടെയുള്ളത്. അപ്പൊ അവരോട് അദ്ദേഹം സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഒന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി ആവുന്ന സ്ഥാനമാണെന്നാണ് തോന്നുന്നത്. അന്ന് അദ്ദേഹം വളരെ തിരിച്ചുകൊണ്ടൊക്കെ എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞു തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി തൊട്ട് മുമ്പ് കോട്ടയത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആളുകളെ വിളിക്കില്ല, പലരെയും വിളിക്കില്ല. ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചിരുന്നു ഇവിടെ എയ്ഡ ഹോട്ടലിൽ വെച്ച്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ കായിക ചരിത്രത്തിന്റെ കോപ്പിയും എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കൂടെ കൊടുത്തു. അദ്ദേഹം അവിടെ നിന്ന്, അപ്പോൾ വി എൻ വാസവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്നിട്ട് വാസഞ്ചേട്ടൻ്റെ അടുത്ത് ഈ പുസ്തകം കൊടുത്തിട്ട് പറയും, ഇതെന്റെ വണ്ടിയിലോട്ട് വെച്ചേക്കുമ്പോൾ എന്റെ കാർഡ് പുള്ളി പോക്കറ്റിലിട്ടു. എന്നിട്ട് കൈയൊക്കെ തന്നിട്ടാ പോയത്. അപ്പൊ ഈ ആളുകൾ കടക്കു പൊത്തെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം എന്നോട് വളരെ കോടിയിലായിട്ടാണല്ലോ സംസാരിച്ചെന്ന് ഒരു മനസ്സിലെന്തോ കിടപ്പുണ്ട്. അപ്പോൾ വേറൊരു കാര്യത്തിന് അദ്ദേഹത്തിനെ സമീപിച്ചൊരു സ്പോർട്സ് താരത്തിന്റെ ജോലിക്കാരെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതാണ്. അത് ഞാൻ കെ എം പ്രഭാകർ സാറിനെ കൊണ്ട് അന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയിപ്പിച്ചത് സാധിച്ചെടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കണക്കാക്കിയിരുന്നത് ഈ കർണാടനെ പോലെ ഒരു ഭയങ്കര കമാൻഡിങ്, അത് പാർട്ടിക്കകത്തും ആളുകളുടെ അടുത്ത് അല്ലാതെ IAS IPS ഓഫീസർമാരുടെ അടുത്ത് കമാൻഡ് അദ്ദേഹത്തിനുണ്ട് കാണും. പക്ഷെ അതിൽ അദ്ദേഹം ഒരു പരാജയമായിപ്പോയി എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ആരൊക്കെയോ ആണ് അദ്ദേഹത്തിന് പകരം അവിടെ നിയന്ത്രിച്ചിരുന്നത്. നമ്മളൊരു മനുഷ്യനെ ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ പിണറായി വിജയന്റെ ധാർഷ്ട്യം അഹങ്കാരം ഒക്കെ കാരണം തോറ്റ ഇലക്ഷൻ എന്ന് പറഞ്ഞാണല്ലോ സംസാരിച്ചു തുടങ്ങിയത്. നമ്മളൊരു വ്യക്തിനെ വിലയിരുത്തുക നമ്മളുടെ നേരിട്ടുള്ള അനുഭവവും എക്സ്പീരിയൻസും വെച്ചല്ലേ. അപ്പൊ അങ്ങേക്കുള്ള അനുഭവം അതല്ലല്ലോ. അല്ല, പക്ഷെ പൊതുജനം അതല്ലേ കണ്ടത്, പിന്നീട് കണ്ടതല്ല. അതായത് ഞാൻ കാണുന്ന അദ്ദേഹം മുഖ്യമന്ത്രി അതിന് മുമ്പുള്ള പിണറായി വിജയനെ കാണുന്നത്. ആദ്യത്തെ 5 വർഷവും ഇത്ര ഇല്ലായിരുന്നല്ലോ. പരസ്യമായിട്ട് VD സതീശന് അനുകൂലമായ ഒരു നിലപാടൊക്കെ എടുത്തൊക്കെ ഫേസ്ബുക്കിൽ നിൽക്കുന്ന കണ്ടു. അത് എന്ത് കൺവിക്ഷന്റെ പേരിലാണ് VD സതീശന് അനുകൂലമായി പരസ്യമായി നിലപാടെടുക്കുക? രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും പോയി കമന്റ് ഇടുക, VD സതീശൻ KC വേണുഗോപാൽ ഇത് ചെയ്യേണ്ട കാര്യം, അത് എന്ത് ബോധ്യത്തിൽ നിന്നാണ് ഈ പറയുന്നത്? അത് ഇപ്പോഴത്തെ നമുക്ക് പൊതുവെ ഇന്നത്തെ കേരളത്തിലുള്ള ആളുകൾക്ക് പൊതുവെ തോന്നുന്ന ഒരു കാര്യം,
അത് ഞാൻ മാത്രമൊന്നല്ലല്ലോ. ഇന്ന് സാധാരണ ബോധിയിൽ ഒരു പാർട്ടിയുടെ പ്രത്യേകിച്ച്, അതായത് ഒരു പാർട്ടിയുടെ അടിമയല്ലാതെ സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള ആർക്കും തോന്നുന്ന ഒരു സാധനമാണ്. പക്ഷെ അതായത് നമ്മുടെ, അടിസ്ഥാനപരമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ? അതെ, ബേസിക്കലി അതെ, കോൺഗ്രസ്. പക്ഷെ സുരേഷ് ഗോപിന് വോട്ട് ചെയ്തിട്ടുണ്ട് വ്യക്തികളുടെ വെച്ച്. എന്നെ പണ്ട് പി സി ചാക്ക വോട്ട് പിടിക്കാൻ മുന്നേറെ വന്നപ്പോഴത്തേക്ക് പൽപ്രസാദ് നമ്മുടെ അനിർവാസിനെ അദ്ദേഹത്തിന് മുമ്പിരിക്കുമ്പോഴാണ് വോട്ട് ചെയ്യാൻ പോയത്. എന്നെ പരിചയപ്പെടുത്തി. പി സി ചാക്കയ്ക്ക് അന്ന് എന്നെ അറിയത്തില്ല, പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പി സി ചാക്കയോട് പരിചയപ്പെടുത്തി, ഇത് തന്നില് വോട്ട്സ് ഒക്കെ. എനിക്കറിയാം. സുരേഷ് ഗോപിന് വോട്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെയാണല്ലേ അങ്ങനെയാണല്ലേ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് ജയിക്കുന്നത്. ഇപ്പൊ സുരേഷ് കുറുപ്പ് വളരെ ചെറുപ്പത്തിലേ ജയിച്ചു അങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ ഒരു റീസൺ ഉണ്ടല്ലേ അതിന്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്? ഞാൻ കരുണാകരന്റെ ആത്മകഥയുടെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് വോട്ടവകാശിട്ട് ആദ്യം വോട്ട് ചെയ്ത് സുരേഷ് കുമാറാണ്. അപ്പൊ കരുണാകരൻ എന്നിട്ട് സുരേഷ് കുമാറിനോട് ചോദിച്ചു, താനെങ്ങനെയാണ് ഈ ക്രിസ്ത്യാനി എല്ലാം കയ്യിലെടുത്തത്? ഇപ്പൊ എന്താണ് കേരളത്തിൽ നടപ്പാവേണ്ട നീതി? അവന്റെ നീതി, കൺക്ലൂഷൻ, അതായത് വോട്ട് ആണ് കണക്ക് കൂട്ടുന്നെങ്കിൽ പിന്നെ കേരളം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അസസ്മെന്റ് ആണെങ്കിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം. വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയാണ് കേരളം വോട്ട് ചെയ്തത്, അതോ പിണറായി വിജയനെ മാറ്റാൻ വേണ്ടിയോ? രണ്ടും കൂടെ കൂട്ടിയല്ലേ വായിക്കണ്ടേ? വി ഡി സതീശന്റെ കാഴ്ചപ്പാടുകളും പിണറായിയുള്ള എതിർപ്പുണ്ട്. പിണറായിയുടെ എതിർപ്പിനാണ് പാർട്ടിക്കാർ ഇങ്ങപ്പുറത്ത് കുത്തിയത്, അല്ലാതെ കോൺഗ്രസിന്റെ വോട്ടാണ് ഇവിടെ. അപ്പൊ ഞാൻ ഏറ്റുമാനൂർ മണ്ഡലക്കാരല്ല, 20,000-ഓളം വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്. ഒരു 6,000-7,000 രൂപ വ്യത്യാസം അപ്പുറത്താണ് ഉണ്ടായിരുന്നത് ഇവിടെ എപ്പോഴും. അതായത് ഈ കുമരകം, തിരുവാർപ്പ് പഞ്ചായത്തുകൾ ഏറ്റുമാനൂർ ചേർത്തതിന് ശേഷം ഒരു 7,000 വോട്ട് LDF ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. അവിടെ 19,000-ലധികം വോട്ടിന് UDF സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ബാക്കി വോട്ടാരുടെ കുറെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ ചെയ്തത് എനിക്കറിയാം ഇപ്പുറത്ത്. പക്ഷെ അതിനപ്പുറം ഇതാണ്. അപ്പൊ ആ ഒരു ഇത് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അത് പിണറായി വിരുദ്ധതയാണ് കൂടുതലായിട്ട്. പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന പഴയകാല ആളുകൾ ചെയ്ത വോട്ടാണ്. അതാണ് അത് കൂട്ടം. പിന്നെ രമേശിന് മാന്യമായൊരു സ്ഥാനം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ. അതായത് ഒട്ടും മോശമില്ലാത്തൊരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുകയും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തോട് യോജിച്ച് സതീശൻ അദ്ദേഹത്തിന്റെ ഉപദേശം കൂടെ തേടി പോകുമെന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ കെ സി വേണുഗോപാൽ എൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും, ഇക്വേഷൻസ് എല്ലാം മാറും. അപ്പൊ പക്വതയുള്ള തീരുമാനം എടുക്കാൻ രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും കഴിയട്ടെ, സതീശന് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെ? തീർച്ചയായിട്ടും.